14-ാം വയസ്സിൽ സ്കൂളിൽ നിന്നിറങ്ങിയ അന്ന് തൊട്ട് ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്. ഒപ്പം ഇവിടെ ലെയ്സെസ്റ്ററിലുള്ള ഒരു ബാപ്റ്റിസ്റ്റ് സഭയുടെ ലോക്കൽ പാസ്റ്ററുമാണ്. ഈ ചെറിയ കൂട്ടത്തെ എനിക്കിഷ്ടമാണെങ്കിലും ലോകത്തിലെ എല്ലാ ജാതിക്കാരെക്കുറിച്ചുള്ള, ദേശക്കാരെക്കുറിച്ചുമുള്ള ഒരു ഭാരം ദൈവം എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. അവരുടെ രീതികളും സംസ്കാരവും പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തി. ഭൂമിയുടെ അതിരുകളോളം ചെന്ന് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിക്കണമെന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് കേണപേക്ഷിക്കുക പോലും ചെയ്തു. സ്നേഹിതരെ നിശബ്ദരായിരിക്കുക. മാസ്റ്റർ കേറി, താങ്കൾക്ക് തുടരാം. വിശദ വിവരമെല്ലാം ഇതിലുണ്ട്. എന്റെ അന്വേഷണത്തിന്റെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു രൂപരേഖയാണിത്. ഇതിൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും ജനസംഖ്യ, മതങ്ങൾ തുടങ്ങി ഒരു മിഷണറി സൊസൈറ്റിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലുണ്ട്. എന്താണ് ഇതിന്റെ ചുരുക്കം ഒന്ന് പറയാമോ പാസ്റ്റർ കേറി? സമൂഹങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ വിളിക്കുന്നത് സമൂഹങ്ങളിൽ പ്രവർത്തിക്കാനാണെന്ന്. നമുക്ക് താമസിക്കാൻ ഒരിടം വേണം. അവിടെ എല്ലാവരും ഒരുമിച്ച് സുവിശേഷം പ്രചരിപ്പിക്കുന്നു. അവിടുത്തെ സ്കൂളിൽ, കോളേജിൽ, ആശുപത്രിയിൽ, അച്ചടിശാലകളിൽ. അങ്ങനെ ദൈവത്തിന്റെ വെളിച്ചം എല്ലാത്തരം ആളുകളിലേക്കും എത്തണം, എല്ലാ തട്ടുകളിലും. ഇത് ദൈവിക പ്രവർത്തനമാണ്. വൻ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. നമുക്ക് അവന് വേണ്ടി വൻ കാര്യങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം. മിസ്റ്റർ ചെയർമാൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മിസ്റ്റർ ചെയർമാൻ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. മിസ്റ്റർ തോമസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സർജനാണ്. അടുത്ത കാലത്ത് തിരിച്ചു വന്നതാണ് കൽക്കട്ടയിൽ നിന്നും. സ്നേഹിതരെ, നിലങ്ങൾ വിളഞ്ഞു നിൽക്കുകയാണ്. മറ്റെന്നത്തെക്കാളും നന്നായി കൊയ്ത്തിനു വേണ്ടി തയ്യാർ. കൊയ്യുവാൻ കൂടുതൽ വേലക്കാരെയാണ് ഇപ്പോൾ ആവശ്യം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം തള്ളിക്കളയരുത്. ഇല്ല, ഞാൻ ഒരിക്കലും വരില്ല. ഏയ് ഡോളി, പറയുന്നു ഒന്ന് കേക്ക്. വെറുതെ തള്ളിക്കളയാതെ. അങ്ങനെ പറയാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിനക്കറിയാലോ, എനിക്ക് ഉറപ്പില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല എന്ന്. ദൈവം നമ്മളെ ഇതിനു വേണ്ടി വിളിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നെ വിളിക്കുന്നില്ല. ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ള നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മിസ്സിസ് കേറി, കൽക്കട്ട ഒരു നല്ല പട്ടണമാണ്. ഏറെക്കാലം ഞാൻ അവിടെ ഒരു സർജനായി പ്രവർത്തിച്ചതുകൊണ്ട് എനിക്കറിയാം, ഇവിടെ ഉള്ളത്ര പോലും കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ലെന്ന് ഉറപ്പ്. നമുക്ക് ഡോക്ടർ തോമസ് ഒത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഡോളി. ഞാൻ സ്വപ്നം കണ്ടതൊക്കെ ഒത്തുവരുന്ന പോലെ. അത് ശരിയാ വില്യം, സ്വപ്നങ്ങള്. പക്ഷെ എനിക്കിത് ദുസ്വപ്നങ്ങൾ പോലെ തോന്നുന്നത്. ഞാൻ വരില്ല, വരില്ല. ഡോളി, ഞാൻ ഈ ലോകം മുഴുക്കെ ഉപേക്ഷിക്കും, നിന്നെയും എന്റെ കുട്ടികളെയും എന്നോടൊപ്പം നിർത്താൻ. പക്ഷേ എന്റെ ദൗത്യം വ്യക്തമാണ്. എനിക്ക് പോയേ തീരൂ. മിസ്സിസ് കേറി, നിങ്ങളുടെ സഹോദരി കിറ്റി കൂടി വന്നാലോ? എങ്കിലും മനസ്സ് മാറ്റുമോ? ദുരിതം പിടിച്ച 5 ദീർഘമാസങ്ങൾ കടൽക്കാറ്റിനെതിരെ പോരാടി ഒടുവിൽ ഞങ്ങൾ ബംഗാൾ ഉൾക്കടലിലെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തി. ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചേരുവാൻ എന്റെ ഭാര്യ ഡൊറോത്തിയും അവളുടെ സഹോദരി കിറ്റിയും നിർബന്ധിതരായി. യാത്രയിൽ ഉടനീളം ഞാൻ അവരെ ധൈര്യപ്പെടുത്തുകയും ഒപ്പം ബംഗാളി ഭാഷ പഠിക്കുകയുമായിരുന്നു. ഒടുവിൽ ഒരു രാത്രിയുടെ മറവിൽ ആരുമറിയാതെ ഞങ്ങൾ ഇന്ത്യൻ തീരത്തെത്തി. ഞങ്ങളെ വിളിച്ചിരുന്ന ശുശ്രൂഷ തുടങ്ങുവാൻ എനിക്ക് തിടുക്കമായി. നമസ്കാർ തോമസ് സാഹിബ്. താങ്കൾ വന്നതിന് നന്ദി. പക്ഷെ പെട്ടെന്ന് പോകണം, ആരും നമ്മെ കാണരുത്. ഇതുവഴി വരൂ, വരൂ, ഇതുവഴി വരൂ. എല്ലാവരും അകത്ത് വരൂ. എല്ലാവർക്കും സ്വാഗതം. വില്യം, ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ഇത് രാം ബാസു, ഒരു ശ്രേഷ്ഠ പണ്ഡിറ്റ്. നമസ്കാർ സാഹിബ്. നമസ്കാരം. ഇതെന്റെ ഭാര്യ ഡോറത്തി, അനിയത്തി കിറ്റി. ഇവരെന്റെ ഓമന പുത്രന്മാർ പീറ്ററും ഫെലിക്സും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് സാഹിബ്. എന്താണ് ഈ പണ്ഡിറ്റ്? ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാളാണ് പണ്ഡിറ്റ്. താനെ ബംഗാളി പഠിപ്പിച്ചു, മറ്റു പല ഭാഷകളും സംസാരിക്കും. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. താങ്കൾക്കും പീറ്റർ സാഹിബ്. അല്ലല്ല, പീറ്റർ കേറി. സാഹിബ് എന്നാൽ സാറെന്നാണ് മോനെ. അപ്പോൾ ബാസു, കൽക്കത്തയിലെ എന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം എങ്ങനെയാ? നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കഴിയുന്നതാണ് നല്ലത് സാഹിബ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്രോളിംഗ് ഇവിടെയൊക്കെ ഉണ്ട്. അവർ നിങ്ങളെ കാണും.
അതിലെത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? അവരിവിടെ മിഷനറി പ്രവർത്തനം നിരോധിച്ചിരിക്കുക. കാരണം ബിസിനസിനല്ലേ, അതിന് ചിലപ്പോ തടസ്സം വരുമെന്ന് കരുതി. അപ്പോ അടുത്തപടി ഒരു നല്ല ശാപ്പാടും പിന്നെ നീണ്ട ഒരു ഉറക്കവും. ഏയ് വേണ്ട, മതി. സാഹിബ്, ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ ഭൈരവ്, അദ്ദേഹത്തിന്റെ ഭാര്യ ആശ. നമസ്കാരം. പ്ലീസ്, ഇത് തണുക്കുന്നതിന് മുമ്പ് കഴിക്കൂ. ഞങ്ങളോടൊപ്പം കഴിക്കുന്നില്ലേ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം അവർ നമ്മുടെ കൂടെ കഴിക്കില്ലെന്ന്. ജാതി വ്യവസ്ഥ അതിനവർ സമ്മതിക്കില്ല. നമ്മൾ പുറം ജാതികളാ. ഏയ്, ദൈവത്തിന്റെ കണ്ണിൽ നമ്മളെല്ലാം തുല്യരല്ലേ? ഇതെല്ലാം പാരമ്പര്യമാ സാഹിബ്. ദൈവം പാരമ്പര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. അതുപോലെ പൊങ്ങച്ചത്തിൽ നിന്നും എനിക്കിനി ഇതൊന്നും വേണ്ട. പക്ഷെ വില്യം, വേണ്ട വേണ്ട ഡോളി, നാട്യങ്ങളൊന്നും വേണ്ട. ഞാനത് നിർത്തി. ദൈവം നമ്മെ നാം ആയിരിക്കുന്നത് പോലെ ഉപയോഗിക്കട്ടെ. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കൽക്കത്തയിലെത്തി. എന്റെ സ്വപ്നത്തിലെ നഗരം ഏതൻസ് ആദ്യമായി കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലന് തോന്നിയ പോലെ എന്റെ ഉള്ളിൽ ഒരു കത്തൽ. ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടണങ്ങളിലൊന്ന്. അധ്വാനശീലരായ ജനം, നന്നായി സംസാരിക്കുന്നവരും ജിജ്ഞാസുകളും. നിലം ശരിക്കും കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞു പാകമായിരുന്നു. വില്യം, ശാന്തമായിരിക്കും, അസ്വസ്ഥനാകാതെ. വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അത്യുഗ്രൻ. ഞങ്ങൾ വരവേൽപ്പ് ആസ്വദിക്കായിരുന്നു. മാറിപ്പോവും. എങ്ങനെയുണ്ട് മാഡം? ആ, കുഴപ്പമില്ല, നന്ദി. ഇവറ്റകളെ അടുപ്പിക്കരുത്. ഇല്ല, ക്ഷമിക്കണം. കാവലിന് ആളെ വേണം മാഡം? വേണ്ട, അതിന്റെ ആവശ്യമില്ല, നന്ദി. നിങ്ങൾ എവിടേക്കാ? കുഴപ്പമില്ല സർ, എന്റെ കൂടെ ഉള്ളവരാ. ഞാൻ കമ്പനി സർജൻ തോമസ്. അവധി കഴിഞ്ഞ് വരുന്ന വഴിയാ. ഞാനല്ലേ പണ്ടൊരു കുടുംബ കലഹത്തിൽ നിന്ന് താങ്കളെ വിദഗ്ധമായി രക്ഷപ്പെടുത്തിയത്. ഗവർണർ ജനറലിനെ അറിയിക്കാതിരിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇവരെ ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം. എങ്കിൽ കോട്ടെ ഫ്ലെച്ചർ. താങ്കൾക്ക് ഗവർണർ ജനറൽ അറിയാമോ? എന്ന് വേണേൽ പറയാം. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൽക്കട്ടയിൽ വന്നത് കള്ളന്മാരെ പോലെ അനുവാദമില്ലാതെയാണോ? അല്ല എന്റെ പൊന്നെ, സ്ഥാനാപതികളായിട്ടാണ്. ദീനു, ദീനു. ഈ സാധനങ്ങളെല്ലാം എടുത്ത് വീടിനുള്ളിൽ വയ്ക്കൂ. ആ, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ആഹാരം വാങ്ങിയൊരു ഗഹ്വ. ഇങ്ങോട്ട് വാ വില്യം. വേലക്കാർ അതെല്ലാം എടുത്തോളും. ഹോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ വാളോങ്ങി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും? നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത് ശരിയാ, പക്ഷെ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. എന്ത് ഗുണമുണ്ടെന്നാ? ഉദാഹരണത്തിന് ഈ വീട്. ഈ വീട് ഇത് പറ്റില്ല ജോൺ. നമ്മുടെ ചെറിയ വരുമാനം കൊണ്ട് ഇത് എങ്ങനെ കൊണ്ടു നടക്കാനാവും? പിന്നെ ഇവിടുത്തെ ജോലിക്കാർ, അതൊന്നും ആവശ്യമില്ല. അത് ഇന്ത്യയിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത ഒരാളുടെ വാക്കുകളാണെന്ന് ഞാൻ പറയും. അത് ശരിയായിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ ചെലവ് എത്ര വരും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വലിയ കൊട്ടാരത്തിൽ പരിചാരക വൃത്തത്തിന്റെ നടുക്ക് താമസിക്കുന്ന നമ്മളെ സാധാരണക്കാർ അംഗീകരിക്കുമെന്ന്? സർ, ആഹാരം വേണ്ട, നന്ദി. ഉം. കുടിലിൽ താമസിച്ചാൽ കൂടുതൽ അംഗീകാരം കിട്ടുന്നുണ്ടോ? ദാരിദ്ര്യത്തിന് കൂടുതൽ മാന്യതൊന്നുമില്ല. ഒരു പക്ഷേ ഇല്ലായിരിക്കും. പക്ഷെ അതിൽ ലജ്ജിക്കാനൊന്നുമില്ലെന്നും ഓർക്കണം. ഒരു മിഷൻ പ്രവർത്തനം തുടങ്ങുക എന്ന വ്യക്തമായ പദ്ധതിയോടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ഇതൊക്കെ? തന്നെയുമല്ല, ഇതിനൊക്കെ ആവശ്യമായ പണം എവിടെ?
നോക്കാം. ഇത് ലജ്ജാകരമാണ് ജോൺ. നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ വൈകാതെ കീശകാലിയാവും. എന്നെ വിശ്വസിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എളിയ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി. ഇവിടെ കുറച്ച് ഒതുങ്ങിയൊക്കെ ജീവിച്ചാ കുറച്ച് കുഴപ്പങ്ങളല്ലേ ഉണ്ടാവും. സാധിക്കില്ല. പറ്റില്ല, സാധിച്ചേ തീരൂ. മണ്ടത്തരം പറയാതെ. അങ്ങനെയാണെങ്കിൽ എന്റെ പങ്ക് പണം ഇങ്ങ് തന്നേക്കൂ. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചോളാം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു വന്നത് എന്തിനു വേണ്ടിയാണ് ജോൺ? തെരുവിലും ഗ്രാമങ്ങളിലും ഒക്കെ സുവിശേഷം പറയാനാണ്, അല്ലാതെ സുഖവാസ ജീവിതത്തിനല്ല. എനിക്കത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് എന്റെ പങ്ക് പണം താങ്കളോട് ചോദിക്കേണ്ടി വരും. എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെങ്കിൽ പോലും. ശരി, എങ്കിൽ തന്നേക്കാം. ഇതാ പിടിച്ചോളൂ. ഏയ്, ഇതെന്തിനാ? വിൽക്കാൻ. പിന്നല്ലാതെ. പക്ഷെ പണം എവിടെ? ഇത് തന്നെ. ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കാനാവുന്ന താങ്കൾക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നെന്ന് കാണിച്ചു തരാം. ഇതിന് എത്ര രൂപ വേണം സാർ? 600. ആ ഇല്ല 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 600 300 കൂടുതൽ ഇന്ന് കിട്ടില്ല. 300? അത് കുറവാണ് സാറേ. ഞാൻ 300 തരൂ, അവസാന വിലയാ. അയാൾ എന്താ പറയുന്നേ? 300 രൂപയെ തരത്തുള്ളൂ എന്ന് അയാൾ പറയുന്നത്. അയാളോട് പറയൂ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഈ മികച്ച സാധനത്തിന് 450 രൂപയെങ്കിലും കിട്ടണമെന്ന്. നോക്കൂ, ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയതാണിത്. അതുകൊണ്ട് ഇതിന് 450 രൂപയെങ്കിലും കിട്ടണം. ഇതിനേക്കാൾ നല്ലത് എവിടെ കിട്ടും? എവിടെ കിട്ടുമെന്നോ? അവിടെ എന്റെ സഹോദരൻ കത്രിക വിൽക്കുന്നു. അപ്പുറത്ത് എന്റെ ബന്ധു, അയാൾക്കും കത്രിക വിൽപ്പനയാ. കുറച്ചുകൂടെ അപ്പുറത്ത് മറ്റൊരു ബന്ധു, പേന കത്തിയും കത്രികയുമാണ് വിൽപ്പന. പിന്നെ ഇവിടെ എന്റെ ദൈവമേ, അവിടെയും കത്രിക കച്ചവടമാ. സാഹിബ്, എല്ലാം ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാ. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതുമാ. ഇത്രയേറെ കത്രികയും പേനക്കത്തിയും വിൽപ്പനയ്ക്കുണ്ടെന്ന് ആരറിഞ്ഞു? ഞങ്ങളോട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കയ്യിലെ പണം പകുതിയും തീർന്നു കഴിഞ്ഞു. എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. താങ്കളുടെ ആ നല്ലതാണ് നമ്മുടെ പ്രസ്ഥാനത്തെ ഇപ്പൊ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. കുടുംബം പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സുവിശേഷം പറയുക? ഇവിടെ വന്നത് എന്തിനാണെന്ന് ഇങ്ങനെ വിളിച്ചു പോകണ്ട. വേണ്ടാത്തൊരു കേട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പറപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പറക്കും ഞാൻ. ജോൺ, ക്ഷമിക്കണേ. ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ നമുക്കൊരു മാർഗം കണ്ടെത്തണം. തീർച്ചയായും. ആ, എങ്കിൽ വരൂ. ഡോക്ടർ തോമസ്, മിസ്റ്റർ ഫ്ലെച്ചർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എന്റെ പക്കൽ വാറണ്ട് ഉണ്ട്. ഇതെന്തോ തെറ്റിദ്ധാരണയാണ്? അല്ലല്ല, ഇംഗ്ലണ്ട് വിടുന്നതിന് മുമ്പ് നിങ്ങൾ 200 പവൻ കടം വീട്ടിയില്ല എന്നുള്ളതാണ് ആരോപണം. ഓ, വെറുതെ തമാശ പറയല്ലേ. എന്നോടൊപ്പം വരൂ പ്ലീസ്. എന്നെ വിടൂ, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. വിഷമിക്കേണ്ട വില്യം, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വില്യം, ഡോളി, നിന്നെ ഞാൻ ഉണർത്തിയോ? ഏയ് കുഴപ്പമില്ല. ഞാൻ വളരെ ക്ഷീണിച്ചാ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസം? അത്ര നല്ലതല്ലായിരുന്നു. എന്തു പറ്റി? ജോണിനെ അറസ്റ്റ് ചെയ്തു, ലണ്ടനിൽ കൊടുത്തു തീർക്കാത്ത ഒരു കടത്തിന്റെ പേരിൽ. അത് തന്നെയല്ല, ഗുണമില്ലാത്ത കത്രിക വാങ്ങിക്കൂട്ടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജോൺ പണമെല്ലാം തീർത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല ഡോളി. നമ്മുടെ ഇവിടുത്തെ താമസവും ബുദ്ധിമുട്ടാവും. ഞാൻ പ്രസംഗിക്കുന്ന ആരെങ്കിലും കണ്ട അറസ്റ്റ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചയക്കും. പ്രസംഗം വേണ്ടെന്ന് വെച്ചാലും
നമ്മളിപ്പോ ഒറ്റയ്ക്കായില്ലേ? ഇതായിരുന്നില്ലല്ലോ പരിപാടി. ജോൺ നമ്മളെ ശരിക്കും കുടുക്കി കളഞ്ഞു. വില്യം, ഏയ് നിൽക്ക്, ഇതാണെന്ന് തോന്നുന്നു. വില്യം, നമുക്കിവിടെ താമസിക്കാൻ കഴിയില്ല. കഴിയുമെന്നേ, നമുക്കിത് ശരിയാക്കി എടുക്കാം. ഏയ് ഇത് ശരിയാവില്ല. ഒട്ടും സുരക്ഷിതത്വമല്ല. പണി തീർന്നു കഴിയുമ്പോൾ ഇതൊരു കൊട്ടാരം പോലെ ഇരിക്കും. കാത്തിരുന്ന് കണ്ടോ. ഹാ, വരൂന്നേ. ഇതാണ് നമ്മുടെ ലോകം. ഫെലിക്സ്, ആ ജനാല തുറക്കൂ. പീറ്റർ, മമ്മിയെ സഹായിക്കാം. ഞാനും കിറ്റിയും കൂടി ഇവിടെ ഒക്കെ ഒന്ന് തൂത്തു വരാം. നേരം വെളുക്കുമ്പോൾ വരുന്ന മാറ്റം കണ്ട് അത്ഭുതപ്പെടരുത് കേട്ടോ. നമ്മൾ എന്തിനാ ഇവിടെ താമസിക്കുന്നേ? കൽക്കട്ടയല്ലേ ഇതിനെക്കാട്ടിലും നല്ലത്. കൽക്കത്തയിലെ ചെലവ് നമുക്ക് താങ്ങാനാവില്ല. ജോണിന് സാധിച്ചല്ലോ. ജോൺ അയാളുടെ പണവും നമ്മുടെ പണവും ഒക്കെ ചെലവാക്കി. ഒടുവിലെന്തായി? അയാൾക്ക് ചില മുൻഗണനകൾ ഉണ്ടായിരുന്നു. എനിക്കുമുണ്ട് കിറ്റി, പക്ഷേ അത് അയാളുടേത് പോലെയല്ല. എനിക്ക് ഇവിടെ താമസിക്കണ്ട. നമുക്ക് വേറെ മാർഗമില്ല ഫിലിക്സ്. കിറ്റി, നീ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കട്ടെ. ഇരിക്ക, എല്ലാം ശരിയാകും ഡോളി, നീ നോക്കിക്കോ. ഹലോ ഹലോ സാഹിബ്. വന്നോളൂ. ബാസു, വന്നോളൂ വന്നോളൂ. എനിക്ക് താങ്കളുടെ കത്ത് കിട്ടി സാഹിബ്. പക്ഷേ ഇങ്ങനെയുള്ളിടത്ത് തന്നെ താമസിക്കുന്നത്? അതോ, ഞങ്ങൾക്ക് ഇതിനുള്ള നിവൃത്തിയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു ഇംഗ്ലീഷുകാരൻ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശരി, എങ്കിൽ ഇനി ഇതുപോലെ പലതും കാണേണ്ടി വരും. ബസു, ഞങ്ങൾക്കൊരല്പം നല്ല സ്ഥലം വേണം. ഭക്ഷണ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാനാണ്. കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ശ്രമിക്കാം സാഹിബ്. പക്ഷേ അതത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ഒരിക്കലുമല്ല, പക്ഷെ നിങ്ങൾ ശ്രമിക്കുമല്ലോ. തീർച്ചയായും. മറ്റൊരു കാര്യം, എന്റെ ബംഗാളി ഭാഷയൊന്ന് മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുവോ? അധികം പ്രതിഫലം തരാനൊന്നും എന്റെ ഇല്ലെന്നറിയാലോ. എനിക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ സാഹിബ്. നന്നായി. എപ്പോ തുടങ്ങാം? സമയം കളയണ്ട, ഇപ്പം തന്നെ തുടങ്ങാം. സഹോദരി സഹോദരന്മാരെ, അളവില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാറ് മാറ് മാറ്. എന്താ നിങ്ങളുടെ പേര്? വില്യം കേറി. മിസ്റ്റർ കേറി, നിങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. കൂടുതൽ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ പോകൂ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ വന്നത് സുവിശേഷം പറയാനാണ്. അത് പറഞ്ഞാൽ ഞാൻ ജയിലിലാവും, അല്ലെങ്കിൽ നാട് കടത്തപ്പെടും. ഇവിടെ വരുന്നത് തന്നെയാണ് ദൈവേഷ്ടം എന്ന് ഉറപ്പുണ്ടോ? എനിക്കറിയില്ല കിറ്റി. എന്റെ ഉള്ളിലുണ്ടായ ഒരു ബോധ്യമാണത്. അത് ഞാൻ എങ്ങനെ അവഗണിക്കും? ദൈവം പോലും തള്ളിക്കളഞ്ഞ ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? എന്റെ പൊന്നു കിറ്റി, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് ഇവിടെയാണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇവിടെ താമസിക്കാതിരിക്കാൻ എനിക്കാവില്ല. ശരി, എങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ പുലർത്തിക്കൂടെ? അത് വേണമെന്ന് ദൈവത്തിനും അറിയാം. എനിക്ക് ലഭിച്ച ഈ ദർശനം എന്റെ കുടുംബത്തിനും ലഭിച്ചാൽ മാത്രമേ ഒരു വലിയ ഭാരം ഇറക്കി കിട്ടുകയുള്ളൂ. ഞാനൊരു അന്യനാട്ടിൽ ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലാണ്. ക്രിസ്തീയ സ്നേഹിതരാരുമില്ല. ഒരു വലിയ കുടുംബത്തിന്റെ കാര്യമെല്ലാം നോക്കണം. കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഞാൻ ദൈവഹിതം തെറ്റിച്ചതാണോ? ബണ്ടലിൽ വന്ന അന്നു മുതൽ ഡെറോത്തിക്കും കുട്ടികൾക്കുമെല്ലാം വയറിളക്കമാണ്. പൊന്നു ദൈവമേ, ഇതെന്താ സംഭവിക്കുന്നത്? ജീവിതം ആകപ്പാട് ദുസ്സഹമായല്ലോ.
ഡോർത്തി, അവിടെ എന്തെടുക്കുക? പകല് മുഴുവൻ കിടക്കാൻ പറ്റുമോ? സുഖമില്ലാതിരിക്കയല്ലേ, വിശ്രമിക്കണം. പിന്നെ ആരാ കാര്യങ്ങൾ നോക്കുന്നേ? ഞാനില്ലേ ഇവിടെ. എന്നിട്ട് നീ ഈ പൂവെല്ലാം പറിച്ച് വെറുതെ സമയം കളയുന്നതല്ലേ? അതുകൊണ്ട് ഈ സ്ഥലത്തിനൊരു തെളിച്ചായില്ലേ? വീട് തുടയ്ക്കുന്നതും തുണി കഴുകുന്നതുമാണ് അത്യാവശ്യം. അതെങ്ങനെയാ എനിക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നത്? പാചകത്തിന്റെ കാര്യമോ? ആഹാരം തനിയെ ഉണ്ടാവുമോ? അതിനീ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? എന്തൊരു വൃത്തിയായിട്ട സ്ഥലം. വെറുതെയാണോ നമുക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങൾ പിടിപെടുന്നത്? അതും ഇപ്പൊ എന്റെ കുഴപ്പമെന്നാണോ പറയുന്നത്? ആ ഒന്നത് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാ ഈ നരകക്കുള്ളിലോട്ട് കൊണ്ടുവന്നു വില്യമിനോട് ചോദിക്ക്. അയാളല്ലേ ഇതിന് കാരണം. ഇതൊന്ന് വാങ്ങിച്ചു തരാമോ പ്ലീസ്? വേണ്ട പീറ്റർ മോനെ, വേണ്ട. പ്ലീസ്. ഹാ, വന്നേ, ഇങ്ങോട്ട് വാ. ആശ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഹലോ പീറ്റർ. സാർ, ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറെ പച്ചക്കറികളാണ്. അങ്ങയുടെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടും. ഏയ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ദയവായി വാങ്ങൂ സർ. അങ്ങയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. നിങ്ങൾക്കാണ് ആവശ്യം. നിങ്ങളുടെ ദയ അപാരമാണ്. എന്തു പറയണമെന്ന് അത്തരം എനിക്കറിയില്ല. ഉപചാരം ഒന്നും വേണ്ട സർ. ആ നോക്കൂ പീറ്റർ, ഇത് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മധുര പലഹാരങ്ങളാണ്. ഇതാ. പീറ്റർ, അന്യരുടെ ഔദാര്യത്തെ ആശ്രയിക്കേണ്ടി വരുന്ന നല്ല ഏർപ്പാടല്ല. നോക്കൂ, നമ്മുടെ അധ്വാന ഫലമാണെങ്കിലും സുഹൃത്തുക്കൾ വഴി ലഭിച്ചതാണെങ്കിലും ദൈവദാനമാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇതൊരു നാണക്കേടാണ്. പീറ്റർ, പിതാവേ, അങ്ങയുടെ നല്ല ദാനങ്ങൾക്കായി നന്ദി. അങ്ങയുടെ നന്മയിൽ ഞങ്ങൾ സന്തോഷിച്ചുകൊണ്ട് അങ്ങയുടെ സേവനത്തിൽ തുടരട്ടെ. ആമേൻ. ആമേൻ. വില്യം, കുടുംബകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. കീറ്റി, എല്ലാവരുടെയും നന്മയല്ലേ എന്റെ ആഗ്രഹം. ഒരു നേരത്തേക്ക് പോലും ആഹാരമില്ലാതെ ഒരു ചേരിയിൽ തന്റെ കുടുംബം ജീവിക്കണമെന്ന് ഏതെങ്കിലും ഒരു പിതാവ് ആഗ്രഹിക്കുമോ? എങ്കിൽ പിന്നെ നാം എന്തിനാണ് ഇങ്ങനെ ഒരു ചേരിയിൽ ജീവിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ ആയിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്റെ സുഖം നോക്കുകയല്ല. നിങ്ങളുടെ സുഖത്തിന്റെ കാര്യം മാത്രമല്ലിത്. നിങ്ങൾക്കൊരു കുടുംബം ഇല്ലേ? കഷ്ടപ്പാടിന്റെ അപ്പം തിന്നുന്നത് അത്ര എളുപ്പമല്ല. അത് മറ്റുള്ളവരെയും കൂടെ തീറ്റിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ദയവായി നിർത്തൂ. എന്നെ വിടൂ. നിർത്തൂ. അരുത്, പാടില്ല. ദയവായി നിർത്തൂ. അത് പാടില്ല, അത് പാടില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദയവായി നിർത്തൂ, നിർത്തൂ. ഇന്ത്യൻ ജനതയെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യം നിറവേറ്റാനായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള എൻ്റെ ദീർഘയാത്രയ്ക്കിടയിലും ഇവിടെയായിരുന്ന 3 മാസങ്ങളിലും ഞാൻ എന്നെ തന്നെ ഒരുക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കണ്ടതുപോലൊരു ഭീകര സംഭവത്തിനായി ഞാൻ ഒട്ടും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ യുവതിയായ ഭാര്യയെ ജീവനോടെ ദഹിപ്പിക്കുന്ന കാഴ്ച. കർത്താവെ, ഇത്തരമൊരു അന്ധവിശ്വാസത്തിൻ്റെ മറ നീക്കിക്കാണുവാനും യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും പങ്കുവയ്ക്കുവാനും അടിയനെ സഹായിക്കണമേ.
വില്യം, ഒന്ന് വേഗം വരൂ. എന്ത് പറ്റി? എനിക്കറിയില്ല, എന്തോ മാരക രോഗമാണ്. നമുക്ക് ഉടൻ തന്നെ. അതൊക്കെ പിന്നെ കിട്ടി. കുറച്ച് തണുത്ത വെള്ളവും തുണിയും കൊണ്ടുവരും. ഡോളി, എന്റെ പൊന്നെ. അയ്യോ, പാമ്പുകൾ കുട്ടികൾ തൊടും. തുറന്നെന്ന് പറ. പേടിക്കാനൊന്നുമില്ല, ഇവിടെ പാമ്പില്ല. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ? നമ്മളെല്ലാവരും മരിക്കും. അങ്ങനൊന്നും പറയാതെ ഡോളി, ആർക്കും ഒന്നും സംഭവിക്കില്ല. മതിയായില്ലേ വില്യം? ഡോളി ഉടനെ ഇംഗ്ലണ്ടിൽ എത്തിക്കണം. അതൊക്കെ പിന്നീട് ചിന്തിക്കാം. നിങ്ങൾ ഞങ്ങളോട് എന്താണ് ഈ ചെയ്യുന്നതെന്ന് അറിയാമോ? കിട്ടി, അതിനുള്ള സമയവും സ്ഥലവും വലുത്. എല്ലാരും മരിച്ചു കഴിഞ്ഞാണോ സമയമാകുന്നത്? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഡോളി ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ അവൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാതെ എനിക്കെന്തിനു കഴിയും? ഞാനിനി എവിടെ പോകും? എന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ദർശനം ഒന്ന് പുതുക്കി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാഹിബ്, സാഹിബ്, എൻ്റെ സഹോദരൻ ഒരു നല്ല വാർത്ത അറിയിച്ചിട്ടുണ്ട്. സുന്ദർവനത്തിൽ കൃഷിക്ക് പറ്റിയ ഒരു ഭൂമിയും അതിനോട് ചേർന്ന് അവിടെ ഒരു വലിയ ബംഗ്ലാവും ഉണ്ടെന്ന്. അനുയോജ്യനായ ഒരു വ്യക്തിക്ക് വാടക കൂടാതെ അത് കൊടുക്കുമത്രേ. എൻ്റെ അഭിപ്രായത്തിൽ ആ ശരിയായ ആൾ അങ്ങ് തന്നെയാണ്. ഓ, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരു അനുഗ്രഹം തന്നെ. കേറി സാഹിബ്, അതിവിടെയാണ്. ഇവിടെ ആരുമില്ലേ? എന്തു വേണം സാർ? ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഷോർട്ടാണ് ഇവിടെ താമസിക്കുന്നത് സാർ. അദ്ദേഹം ഉടനെ തിരിച്ചെത്തും. കേറി സാഹിബ്, ഇവിടെ ആൾ താമസമുണ്ടെന്ന്. എന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ ഷോർട്ടിന്റെ വീടാണിതെന്ന്. അയാളിപ്പോൾ പുറത്തു പോയിരിക്കുക അത്രേ. ഇനി എന്ത് ചെയ്യും? വില്യം, നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയില്ല ഡോളി. ക്ഷമിക്കണേ, സഹായം എന്തെങ്കിലും? ഞാൻ ചാൾസ് ഷോർട്ട്. ഞാൻ വില്യം കേറി. ഇത് എന്റെ കുടുംബം. നിങ്ങൾ ഈ ബംഗ്ലാവിലെ മിസ്റ്റർ ഷോർട്ട്? അതെ, എന്റെ വീടാണത്. ഞാനിന്ന് ഇംഗ്ലീഷുകാരെയും കാണേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളൊരു മിഷണറി കുടുംബമാണ്. ബംഗ്ലാവ് ഒഴിഞ്ഞു കിടക്കാണെന്ന് കേട്ടു. ആ താമസിക്കാൻ സ്ഥലം കിട്ടുമെന്ന് കരുതി വന്നതാ. ആ അത് ശരി. ഞാൻ ഇവിടുന്ന് പോകാനിരുന്നതാ. കമ്പനി പക്ഷെ അത് സമ്മതിച്ചില്ല. നോക്കൂ, ഇവിടെ ആവശ്യത്തിന് മുറികളുണ്ട്. തൽക്കാലം എന്റെ കൂടെ താമസിക്കാം. എന്നാ പോയേക്കാം. ബാഗ് ഞാൻ എടുക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. വരൂ. ഓ, നന്ദി. അപ്പോ താങ്കൾ ഒരു മിഷണറി ആണല്ലേ മിസ്റ്റർ കേറി? അതെ, ബാപ്റ്റിസ്റ്റ് മിഷനിൽ നിന്നുള്ള ആദ്യത്തെ ആളാ. ഇവിടെ അധികം ആളുകളൊന്നുമില്ല. കടുവകളെ മതം മാറ്റുന്നില്ലല്ലോ. കടുവയോ? അതെ, കഴിഞ്ഞ വർഷം 20 പേരെ കടുവ കൊന്നു. അതുകൊണ്ടല്ലേ എല്ലാരും സ്ഥലം വിട്ടത്. ഓ, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. എന്തായാലും ഇപ്പൊ ഇവിടെ എത്തി. ഇനി എന്താ പരിപാടി? അത് എനിക്ക് കൃഷി ചെയ്യാനായി കുറെ ഭൂമി പതിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് എൻ്റെ യഥാർത്ഥ ദൗത്യം.
ഇവിടെ ആളുകളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഓ, അവര് തിരിച്ചു വരും, അവരങ്ങനെയാ. പിന്നെ നിങ്ങളുടെ പരിപാടികളൊന്നും കമ്പനി അറിയണ്ട. ഞാൻ മതഭക്തനൊന്നും അല്ല കേട്ടോ, ആക്കാൻ ശ്രമിക്കുകയും വേണ്ട. ഓ, സമ്മതിച്ചു. നല്ലത്. നിങ്ങൾ എവിടെ വീട് പണിയണമെന്നൊക്കെ നാളെ നമുക്ക് തീരുമാനിക്കാം. കിറ്റി, ഇതിന്റെ ഒരു ഉപഹാരമായി സ്വീകരിക്കാം. എന്തൊരു പുകയത്? ഇന്നലെ ആർക്കാ ശരിക്കും കൊതുകടി കിട്ടിയത്? എനിക്കറിയില്ല എന്താ കൊതുകിന് എന്നെ ഇഷ്ടമെന്ന്. ഞാൻ പറയട്ടെ. ഹായ്, എത്ര സുന്ദരമായ സൂര്യാസ്തം. അതെ, കിറ്റിയോട് ഞാനും അതിന് പറയായിരുന്നു. നാട്ടുകാർ തിരിച്ചു വരുന്നൊന്നും കാണുന്നില്ലല്ലോ ചാൾസ്. ഓ, വരും. കടുവകളെയും പ്രേതങ്ങളെയും നിങ്ങൾക്ക് പേടിയില്ലെന്ന് കാണുമ്പോൾ അവർ വരും. വന്നാ കൊള്ളാം. ഒരു മിഷണറി എന്ന നിലയിൽ എനിക്ക് പ്രസംഗിക്കാൻ ആളിനെ കിട്ടണം. അപ്പോ കമ്പനിയോട് എന്താണ് പറയേണ്ടതെന്നുള്ള എന്റെ ധർമ്മസങ്കടം മാറി. ഓ, ഇത് മറന്നു, താങ്കൾക്കുള്ളതാണ്. ഓ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആളില്ലേ തുണി അലക്കാൻ? അത് ഈ പഴയ ശീലം മാറില്ല. ഈ സമയത്ത് നടക്കാൻ പോകുന്നൊരു ശീലം എനിക്കുണ്ട്. കൂടെ വരുന്നോ? എന്റെ ജോലിയെല്ലാം ഒന്ന് ഒതുങ്ങി. ഡോർത്തിക്ക് എന്റെ സഹായം വേണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനും വരാം. ആ, ഇന്ത്യ ഇഷ്ടപ്പെട്ടോ? ഒരു വിധമൊക്കെ. പക്ഷേ ഇത്ര കഠിനമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പിന്നെന്തിനു വന്നു? ഡോളിക്ക് വേണ്ടി. ആ, ഞാനില്ലാതെ അവൾ വരില്ല. അതുകൊണ്ട് ആ കുടുംബം പിരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒടുവിൽ ഡോക്ടർ തോമസിന്റെ നിർബന്ധത്തിനാ വന്നത്. ആ, തോമസിനെ എനിക്ക് പണ്ടേ അറിയാം. അതിന്റെ പുറമെ ഞങ്ങളിവിടെ അനധികൃതമായി കുടിയേറിയവരാ. പ്രസംഗം മാത്രമേ ഉള്ളൂ വില്യമിന്റെ മനസ്സിൽ. കമ്പനിക്ക് ഒറ്റ കാര്യത്തിലേ താല്പര്യമുള്ളൂ. മിഷണറിമാർ മൂലം നാട്ടുകാരിടഞ്ഞാൽ വ്യാപാരം തളരും. ഇങ്ങനൊരു സ്ഥലത്ത് വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നന്നായി ഇപ്പൊ തോന്നുന്നു. എനിക്കും അതെ. നല്ല സ്ഥലം ഇത്. സുരക്ഷിതത്വം ഉണ്ട്. കൂടുതൽ സാഹസത്തിനൊന്നും പോകണ്ട. ഞാനും ഇതിനപ്പുറത്തേക്ക് പോകാറില്ല. കടുവകൾ മാത്രമല്ല, പാമ്പുകളും ഉണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. എന്ത്? എവിടെ? ശരി കുട്ടികളെ, ഇനി പേടിക്കണ്ട. വരൂ, നമുക്ക് പോവാം. നിങ്ങൾക്ക് ഭയമാണെന്ന് എനിക്കറിയാം. പക്ഷെ കടുവകൾ സാധാരണ കുഴപ്പക്കാരല്ല. കഴിഞ്ഞ വർഷം കടുവ കൊന്ന ആ 20 പേരോട് പോയി പറഞ്ഞാ മതി. ഇത് കണ്ടോ? എനിക്ക് ഇന്നലെ ജോണിൽ നിന്ന് കിട്ടിയതാ. എവിടുന്ന? ജയിലിൽ നിന്നോ? ക്ഷമ ചോദിച്ചുകൊണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചതൊക്കെ എനിക്കറിയാം. ക്ഷമ ചോദിക്കാനല്ലാതെ എനിക്കെന്ത് ചെയ്യാനാവും? പിന്നെ ഒരു പുതിയ തുടക്കം കുറിക്കാനും. അതിന് സമയമായോ? എന്താ പുതിയ പരിപാടി? ഒരു നീലം ഫാക്ടറിയിൽ അയാൾക്കൊരു ജോലി വാഗ്ദാനം ഉണ്ടെന്ന്. 250 പൗണ്ട് വാർഷിക ശമ്പളം. ആ, അതെങ്കിലും ഒന്ന് ശരിക്ക് ചെയ്താ മതി. ആ ഉദ്യോഗസ്ഥൻ തന്നെ അതുപോലൊരു ജോലി എനിക്ക് തരാമെന്ന് പറഞ്ഞെന്ന് മുഡ്ന ബാറ്റിയിൽ. മുഡ്ന ബാറ്റിയിലോ? അതിന് നീലത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? നിങ്ങളൊരു മിഷണറി അല്ലേ, ഫാക്ടറി മാനേജർ അല്ലല്ലോ. എനിക്ക് പണി പഠിക്കേണ്ടി വരും. പക്ഷേ എന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ഇപ്പൊ തന്നെ നല്ലൊരു നിങ്ങൾക്ക് ശമ്പളവും കിട്ടും, പിന്നെ സുരക്ഷിതവുമാണ്. എത്ര തവണയാ കെട്ടിപ്പെറുക്കേണ്ടത്?
ഒരുപക്ഷെ ഇത് ദൈവത്തിൽ നിന്നായിരിക്കും ഡോളി. പ്രയോജനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 ആഴ്ചയായുള്ളൂ. ഓ കിറ്റി, ഇനി എന്താ ചെയ്യാ? കിറ്റി, നിങ്ങളെ അമ്പരിപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ കിറ്റിയോട് വിവാഹ കാര്യം പറഞ്ഞു. കിറ്റി അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. ചാൾസ്, കിറ്റി, എന്റെ അഭിനന്ദനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മുട്നാബാറ്റിയിലേക്ക് കിറ്റിയെ കൂടാതെ പോണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കിറ്റി, ഇവിടെ ഒരുപക്ഷെ താമസം ഉറപ്പിക്കാൻ കഴിഞ്ഞേക്കും. കുറെ നാളുകളായി ആകെ മൂടിക്കെട്ടിയ ആകാശം പോലായിരുന്നു. ഇപ്പോൾ കടൽക്ഷോഭത്തിൽപ്പെട്ട് വസ്ത്രമെല്ലാം കുതിർന്ന ഒരു യാത്രക്കാരൻ തെളിഞ്ഞ ആകാശം കാണുന്നതുപോലെ മനസ്സിന് ഒരു ഉന്മേഷം തോന്നുകയാണ്. അവരെങ്ങനുണ്ട്? അവരിവിടെ സുരക്ഷിതരാ. നിങ്ങളെ സഹായിക്കുന്നവർക്ക് സന്തോഷമാ. നിന്റെ മുഖത്തും പ്രസാദമുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കിറ്റിയെ കാണാത്തതുകൊണ്ട്. എനിക്കത് മനസ്സിലാവും ഡോളി, എനിക്ക് മനസ്സിലാവും. നാം സത്യം അറിയുന്നു എന്നും ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കുമെന്നും യേശു കർത്താവ് പറഞ്ഞപ്പോ നമ്മെ തടവിലാക്കാൻ സാധ്യതയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരത്തിൽ നിന്നുമുള്ള വിടുതലിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്നോടൊപ്പം ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് മേൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ പറയുന്നു. ബസ്സു, എന്താണ് അവരൊന്നും മിണ്ടാത്തത്? നിങ്ങളുടെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് സാഹിബ്. ഓ, അങ്ങനെയോ? അത് മാറിക്കോളൂ. അല്പം വിഷമിക്കാതിരിക്കില്ല. പിന്നെ കുറെ വല്ലാത്ത പാരമ്പര്യങ്ങളുമുണ്ട്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു ശവസംസ്കാരത്തിന് മരിച്ചയാളിന്റെ വിധവയും ചിതയിലിട്ട് കൊല്ലുന്നത് കണ്ടു. അത് സതി എന്ന് പറഞ്ഞൊരു ആചാരമാ. എന്തിനാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത്? അവരെ നിർബന്ധിക്കാണോ? അല്ലല്ല, ഹിന്ദു വിശ്വാസപ്രകാരം ജീവിതം ഒരു പൂർണ്ണ ചക്രമാണ്. ജനനം, അതിന്റെ പിന്നാലെ മരണം, വീണ്ടും ജനനം, അങ്ങനെ അങ്ങനെ. ഒരു ജന്മത്തിലേറെ നല്ല കാര്യം ചെയ്താൽ ശ്രേഷ്ഠമായൊരു പുനർജന്മം ലഭിക്കും. വേദനയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ഭയത്തേക്കാൾ വളരെ ശക്തമാണ് ഈ വിശ്വാസം. സ്ത്രീകൾ വളരെ ചെറുപ്പമായിരിക്കുമല്ലോ, അവരുടെ വീട്ടുകാർ സമ്മതിക്കുമോ? അവരും അത് പ്രതീക്ഷിക്കുന്നു. ഭാര്യ ഈ ആചാരം അനുഷ്ഠിച്ചില്ലെങ്കിൽ കുടുംബത്തിന് മുഴുവനല്ലേ നാണക്കേട്. എല്ലായിടത്തും നടക്കാറുണ്ടോ? ഇല്ല, എല്ലായിടത്തുമില്ല. ഓരോ വീട്ടുകാരെയും പിന്നെ അവരുടെ ഭക്തിയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും അത്. പക്ഷേ ഹൈന്ദവ വേദങ്ങളിൽ ഇത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ഇത് പാരമ്പര്യമാണ്. പല ഭാഷയിലും വേദങ്ങളില്ല, ബംഗാളി ഭാഷയിലും ഇല്ല. അപ്പോൾ നാം അവർക്കത് കൊടുക്കണ്ടേ? ബംഗാളി ഭാഷയിൽ തന്നെ ബൈബിളും കൊടുക്കണം. സതി ഒരു മതാചാരമല്ലെന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അപ്പോൾ അവർക്ക് മനസ്സിലാവും. അവന് നല്ല പനി. നമ്മൾ എന്ത് ചെയ്യും? എനിക്കെങ്ങനെ അറിയാം? ജോണോ കിറ്റിയോ ഉണ്ടായിരുന്നെങ്കിൽ
അവർക്കറിയായിരുന്നു. നല്ലവനായ ദൈവമേ, എന്റെ മകന്റെ ജീവൻ എടുക്കരുതേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. വില്യം, വില്യം വേഗം വരൂ. കുഞ്ഞിന് വളരെ കൂടുതലാ. നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. മരണം എത്ര ക്രൂരമാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ തനിച്ച് അടക്കാൻ നിർബന്ധിക്കുന്ന ഇവിടുത്തെ പാരമ്പര്യം അതിലും എത്രയോ ക്രൂരം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മൃതദേഹത്തിൽ തൊട്ടാൽ ജാതിഭ്രഷ്ടരാകുമെന്നാണ് ഇന്ത്യക്കാരുടെ ഭയം. അവർ കൊടുക്കേണ്ട വില വലുതാണെന്ന് എനിക്കറിയാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവരെ ഇറുകെ പിടിച്ചിരിക്കുന്ന ഇത്തരം പാരമ്പര്യങ്ങളെ ഞാൻ വെറുക്കുന്നു. ഞങ്ങൾ എടുത്തോളാം സാറേ, ഞങ്ങൾ എടുത്തോളാം. ഇങ്ങനെ വരും, ഞങ്ങൾ എടുത്തോളാം. ഞങ്ങളുടെ പ്രിയ മകൻ പീറ്ററിന്റെ ജീവൻ ഇതാ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഡോളി, വരൂ ഡോളി, നമുക്ക് കുഞ്ഞിനെ അവിടെ വിടാം. ഡോളി, എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് തിരിച്ചു പോണം. പ്രിയ കർത്താവേ, തിരുഹിതം ഞാൻ തെറ്റിച്ചുവോ? ബാല്യത്തിലെ എന്റെ സാഹസിക സ്വപ്നങ്ങളാണോ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? ദൈവനിയോഗമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മോഹങ്ങളെ നീതീകരിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തു ദുരിതമാണ് ഞാൻ വരുത്തി വയ്ക്കുന്നത്? എങ്കിലും അന്ധവിശ്വാസത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും ഇരുളിൽ കഴിയുന്ന അനേകായിരങ്ങളിൽ നിന്ന് എന്റെ മനസ്സ് മാറ്റുവാൻ എനിക്ക് കഴിയുന്നില്ല. അവർക്ക് വെളിച്ചം കൊടുക്കുവാൻ യേശുവിനല്ലേ കഴിയൂ? അന്യർക്ക് എല്ലാ നന്മയും ആശംസിക്കാതെ എങ്ങനെ അവരെ സ്നേഹിക്കുവാൻ കഴിയും? ക്രിസ്തു നൽകുന്ന പ്രകാശത്തെക്കുറിച്ച് സ്വന്തം ഭാഷയിൽ വായിക്കാൻ ഓരോ നാട്ടുകാരനും അവകാശമുണ്ട്. പ്രിയ കർത്താവേ, ഈ ഗ്രാമീണർക്ക് അവരുടെ ഭാഷയിൽ തിരുവചനം കൊടുക്കുവാനും അവരെ വായന പഠിപ്പിക്കുവാനുമല്ലേ അങ്ങനെ എവിടെ കൊണ്ടുവന്നത്? ഡോളി, നീ തിരികെ പോണമെന്ന് പറയുന്നതിലും ദൈവത്തെ അവിശ്വസിക്കുന്നതിലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. ദൈവ സാന്നിധ്യം കാണാനാവാത്ത കഷ്ടതയുടെ അവസരങ്ങളിലും അവനെ വിശ്വസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തു തന്നെ സംഭവിച്ചാലും അവനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം.
ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് നന്നായി ബോധ്യമുള്ളതുകൊണ്ട് ഏതു സാഹചര്യത്തിലും ദൈവത്തെ വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെ നമുക്ക് ഇന്ത്യ വിടാൻ കഴിയും? ഭയവും അന്ധവിശ്വാസവും മൂലം ആയിരക്കണക്കിന് സ്ത്രീകളല്ലേ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി മരിക്കുന്നത്. നാം ഇപ്പോ ഇരുട്ടിന്റെ നിഴലിലാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർ കുറ്റാക്കുറ്റിരുട്ടിലല്ലേ കഴിയുന്നത്. ദൈവസ്നേഹത്തിന്റെ പ്രകാശത്തിൽ ഈ അന്ധകാരം മാറുന്നതുവരെ ഞാൻ ഇന്ത്യ വിടില്ല. അതിനാണ് ഡോളി ഞാനിവിടെ വന്നത്, ഇരുളിൽ ഒരു തിരി കൊളുത്താൻ. ആ കേറി സാർ ആരാണ്? നന്ദി. മിസ്റ്റർ കേറി. അതെ, ഞാൻ വില്യം വാർഡ്, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും വന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്നോ? നിങ്ങളിവിടെ? മിഷണറി സംഘം അയച്ചതാണ്, അവരുടെ ആശംസകൾ. ദൈവമേ, ഞാൻ ഈ ദിവസത്തിനു വേണ്ടി എത്ര നാളായി കാത്തിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഞാനൊരു പ്രിന്ററാണ്. പ്രിന്ററോ? ആ, പുതിയ നിയമം മുഴുവൻ അച്ചടിക്ക് വേണ്ടി താങ്കൾക്കായി കാത്തിരിക്കുന്നു. വരൂ. അപ്പോൾ ഫ്രഞ്ച് ചാരന്മാരെ ഞാനിവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണോ വെല്ലസ്ലി പ്രഭു ആരോപിക്കുന്നത്? അവരെ ചോദ്യം ചെയ്യാനും എന്നോട് റിപ്പോർട്ട് കൊടുക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു സർ. ഓർത്തോളൂ, ഇന്ത്യയുടെ നല്ല പങ്കും ഭരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഡാനിഷ് ഭരണപ്രദേശത്താണ്. എന്നാൽ ഇതിനു ചുറ്റും ഭരിക്കുന്നത് ബ്രിട്ടനാണ്. സെറാംപൂരിന് വെളിയിലേക്ക് കാലുകുത്തിയാൽ അത് പ്രഭുവിന്റെ ഭൂമിയിലേക്കുള്ള കടന്നുകയറ്റമാവും. ഡാനിഷ് കിരീടത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നവരെ ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടിച്ചാൽ അത് വളരെ ഗൗരവമായി കാണും. പോപ്പിന്റെ ആളുകൾ ഫ്രഞ്ചുകാരാണെന്നാണ് പ്രഭു കരുതുന്നത്. മാത്രമല്ല, നെപ്പോളിയൻ യൂറോപ്പിൽ തോറ്റ സ്ഥിതിക്ക് ഇനി ഇന്ത്യയിലേക്ക് നോട്ടമിട്ടേക്കാം. അതുകൊണ്ട് ഈ ആളുകൾ ഫ്രഞ്ച് ചാരന്മാരല്ലെന്ന് പ്രഭുവിന് ഉറപ്പ് കിട്ടണം. നിങ്ങളൊന്ന് സമാധാനിക്കൂ മിസ്റ്റർ ഫ്ലച്ചർ. പോപ്പിന്റെ ഇവിടുത്തെ പുരോഹിതന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിലൊരാൾ മിസ്റ്റർ വാർഡ് സ്ഥലത്തില്ല, സ്നേഹിതനെ കാണാൻ പോയിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരുണ്ട്. ഇത് മിസ്റ്റർ ജോഷും മാഷ്മാനും ഭാര്യ ഹന്നായും. ബാപ്റ്റിസ്റ്റ് മിഷണർമാരാണ് ഇവർ, ഇംഗ്ലണ്ടിൽ നിന്നും. പോപ്പിന്റെ ആൾക്കാരല്ല. ബാക്കിയുള്ളവർ വിശ്രമിക്കുകയാണ്. വേണമെങ്കിൽ അവരെയും കുട്ടികളെയും പിന്നീട് കാണാം. വേണ്ട സർ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കമ്പനി കരുതുന്നത് മിഷണറി പ്രവർത്തനങ്ങൾ നാട്ടാചാരങ്ങൾക്ക് എതിരാണെന്നാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന തകർച്ച ഉണ്ടാവും. നിങ്ങളുടെ കമ്പനിക്ക് താല്പര്യം വിൽപ്പനയിലും ലാഭത്തിലും മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഡെൻമാർക്കിലെ രാജാവ് നോക്കിക്കൊള്ളും. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞുകൊള്ളാം, അല്ലാതെ ബ്രിട്ടീഷ് ഗവർണർ ജനറലിനോടല്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു പ്രിന്ററാണല്ലേ? കഴിഞ്ഞ 15 വർഷമായിട്ട്. എങ്കിൽ നിങ്ങൾ ഇവിടെ താമസം ഉറപ്പിക്കണം. എനിക്കൊരു ചെറിയ പ്രസ്സുണ്ട്, അത് ഏറ്റെടുക്കണം. പിന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർ, അധ്യാപകരെന്നല്ലേ പറഞ്ഞത്, അവർക്കൊരു സ്കൂൾ. വില്യം, ഈ സെറാംപൂരിന് വെളിയിലോട്ട് ഇറങ്ങാൻ കമ്പനി നമ്മളെ അനുവദിക്കുകയില്ല. ഞാൻ ആരും അറിയാതെ വന്നതാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരൂ. ഡെൻമാർക്കിന്റെ സുരക്ഷിതത്വത്തിൽ എന്തു തന്നെയാണ് സാധിക്കാത്തത്? അതൊരു പ്രലോഭനമാണ്. പക്ഷെ എന്റെ ഭാര്യ, അവർക്ക് എന്തു പറ്റി? ഇവിടെ വരാൻ അവൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. വരൂ. അവരെപ്പോഴും ഇങ്ങനെയാണോ? ചിലപ്പോ അവളിങ്ങനെയാണ്. ഡെറോത്തെ കരുതാൻ ഇവിടെ സ്ത്രീകളുണ്ട്. നിങ്ങൾക്കും കുട്ടികൾക്കും വേണ്ട പിന്തുണ കിട്ടുകയും ചെയ്യും. പക്ഷേ അവളുടെ ത്യാഗം കൊണ്ട് എന്ത് നേടി? മിഷണറി വേലയേക്കാൾ എനിക്ക് താല്പര്യം വ്യാപാരമാണെന്നല്ലേ മിഷണറി സമൂഹം പോലും കരുതുന്നത്. ജനക്കൂട്ടം ദൈവഭാഗത്തേക്ക് ഒഴുകി നീങ്ങുന്നു കേൾക്കാൻ അവർക്ക് താല്പര്യമുള്ളൂ. പക്ഷേ അവരും അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ. അത് വിഷമിപ്പിക്കുന്നുണ്ടോ? അതെന്റെ വിളിയെക്കുറിച്ച് എന്നെ സംശയാലുവാക്കുന്നു. ഞാൻ അച്ചടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനാൽ പ്രസംഗത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഞാൻ വിതയ്ക്കുന്നവനാണ്, കൊയ്യുന്നവനല്ല. നിങ്ങൾക്കറിയാമോ, അനേകം പേർ ബന്ധനത്തിൽ കഴിയുകയാണ്. അറിയാവുന്ന കാര്യങ്ങളുടെയും അറിയാത്തവയുടെയും തടവിൽ, അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിന്റെയും അടിമത്വത്തിൽ.
ദൈവം ക്ഷമിക്കട്ടെ, പാരമ്പര്യത്തിന്റെ പിടിയിലാണവർ. പുരുഷന്മാർ സ്വയം ശൂലത്തിൽ തൂങ്ങുന്നു, കുഞ്ഞുങ്ങളെ ഗംഗയിലേക്ക് ബലി നൽകുന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു. എല്ലാം പാരമ്പര്യത്തിന്റെ പേരിൽ. ഇവരെ സ്വതന്ത്രരാക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട്, ദൈവവചനം. അത് അവരുടെ ഭാഷയിൽ കൊടുക്കണമെന്ന് മാത്രം. നമ്മളത് കൊടുക്കും. താങ്കളുടെ വരവ് എനിക്ക് പ്രതീക്ഷ നൽകുന്നു. നമുക്കിവിടെ തുടങ്ങാം. താങ്കൾക്ക് ആ പാട്ടറിയാമോ? ഞാൻ കാണാതെ പോയവനായിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടി എന്ന് തുടങ്ങുന്ന ആ പാട്ട്. 1 മാസം എനിക്ക് തരൂ. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മളെല്ലാവരും സറാംപൂരിൽ ഒന്നിക്കും. ഇന്ന് ഞങ്ങൾ ഹൂഗ്ലി നദിയുടെ കരയിലുള്ള സിറാംപൂരിലെ ഡാനേഷ് ആസ്ഥാനത്തെത്തി. ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ദർശനം ഒടുവിൽ അങ്ങനെ ജീവൻ പ്രാപിച്ചു വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. പ്രിയ ദൈവമേ, അതിപ്പോഴായിരിക്കണമേ. വില്യം, ഡെറോത്തി, നിങ്ങൾ എത്തിയല്ലേ? ക്ഷീണമുണ്ടെങ്കിലും സുരക്ഷിതരായി എത്തി. സ്വാഗതം എല്ലാവർക്കും. നിങ്ങളുടെ മുറികൾ റെഡിയാണ്, വരൂ. ഏയ്, ആ ചെടികൾ സൂക്ഷിക്കണേ. ജോഷ, ഹന്ന, ഇതാ വില്യം, ഡെറോത്തി, പിന്നെ നിങ്ങൾക്ക് സ്വാഗതം സേറാംപൂരിലേക്ക്. നന്ദി ജോഷുവ. ഹന്ന, ഹായ്. ഇതാണ് എന്റെ ഡോറത്തി. ആ വരണം. നിങ്ങൾ എത്തിയതിൽ ഞങ്ങൾക്ക് എന്ത് സന്തോഷമുണ്ടെന്നോ. ജോഷുവായി ഹന്നയെ അധ്യാപകരാ, ബ്രിസ്റ്റലിൽ നിന്നാ. നമുക്കവരെ ആവശ്യമുണ്ട്. കൂടുതൽ ചെടികൾ കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് നിങ്ങൾ കുറെ വസ്ത്രങ്ങൾ കൂടി കളഞ്ഞേച്ചു പോകുന്നത് കേട്ടല്ലോ. ആ, നിങ്ങൾ ചിരിച്ചോ? പക്ഷേ തന്റെ പൂന്തോട്ടത്തിലേക്കുള്ള ഈ നേട്ടത്തിൽ റോക്സ്ബർഗ് തുള്ളിച്ചാടുക. താങ്കളൊരു തോട്ടക്കാരനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം നമുക്ക് കുറെ പണം തന്ന് സഹായിച്ചാൽ നമുക്ക് നല്ലൊരു ഇംഗ്ലീഷ് തോട്ടം ഉണ്ടാക്കാം. ഒരു ഡാനിഷ് തോട്ടമായിക്കോട്ടെ. കേണൽ ബൈ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വീട് കിട്ടില്ലായിരുന്നു. ആ ഡാനിഷ് ഗവർണറല്ലേ എന്നെ സംബോധന ചെയ്തെഴുതിയത് ബഹുമാന്യ സുഹൃത്തേന്നാണ്. ആ, ഒരു നല്ല മനുഷ്യനാ. നമുക്കൊരു ദേവാലയം പണിത് തരാമെന്നും സ്കൂളിന് സ്ഥലം തരാമെന്നും സംഭവിച്ചിട്ടുണ്ട്. നന്നായി. എനിക്ക് എഴുതാൻ കഴിയും, പരിഭാഷപ്പെടുത്താം, തോട്ടപ്പണിയും ചെയ്യും. ജോഷുവയ്ക്ക് പ്രസംഗിക്കാനാവും. വെൽ, നിങ്ങൾക്ക് പ്രസ് നടത്താം. ബംഗാളി ബൈബിളിന്റെ കാര്യമൊന്ന് ചിന്തിച്ചേ. ഹന്ന, സ്കൂൾ തുടങ്ങണം. വിശ്വസ്തയോടെ നമ്മൾ വിതച്ചാൽ ദൈവം ധാരാളമായി വിളവ് തരും. കിട്ടുന്നതെല്ലാം വീതിച്ചെടുക്കാം. പ്രസിൽ നിന്ന് ലാഭം കിട്ടണം. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കാൻ തയ്യാറുള്ള ഇംഗ്ലീഷുകാരായ ധാരാളം മാതാപിതാക്കൾ ഇവിടെയുണ്ട്. 6 വർഷത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ അസാധാരണമാണ്. ഒരാൾ പോലും മാനസാന്തരപ്പെടാതെ ദൈവം ഉപേക്ഷിച്ചെന്ന് പോലും കരുതി. അതോ ഞങ്ങൾ വഴിമാറിപ്പോയോ? എന്തിനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നു എന്നറിയില്ല. എന്നാൽ ദൈവം ഒരിക്കൽ പോലും അകന്നു പോയിട്ടില്ലെന്നറിയാം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അതിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. സറാംപൂരിൽ നിങ്ങളുടെ ആവേശവും ആശയവും ഒപ്പമുണ്ടെങ്കിൽ. ചെടികൾ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. നന്ദി കേണൽ, വളരെ നന്ദി. ആ, എന്റെ മറ്റൊരു അതിഥിയെ പരിചയപ്പെടുത്താം. ലേഡി ഷാർലറ്റ്. ഈ ചെറിയ കോളനി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വളരെ സഹായിക്കുന്നു. ഇത് വില്യം വാർഡ്. നന്ദിയുണ്ട്. മിസ്റ്റർ വേർഡ്. ഇത് മിസ്റ്റർ കേറി. കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. എനിക്കും മിസ്റ്റർ കേറി. എല്ലാവർക്കും സെറാബൂരിലേക്ക് സ്വാഗതം. വരൂ. ഇവിടുത്തെ താമസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു മിസ്റ്റർ കേറി. ബ്രിട്ടീഷുകാരുടെ കൽക്കത്തയുടെ പൗട്ടൊന്നും ഇവിടെ കാണില്ല കേട്ടോ. സത്യം പറഞ്ഞോട്ടെ, സുവിശേഷം അറിയിക്കാൻ എനിക്ക് അവസരം കിട്ടുന്ന ഒരു കോളനി അങ്ങനെയല്ലാത്ത ഒന്നിനേക്കാൾ എത്രയോ മെച്ചമായിട്ടുള്ളതാണ്. നിങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നല്ല പണിക്കാരനൊന്നും ആയിരുന്നില്ല സർ. കുത്തി തയ്ക്കാനൊക്കെ അറിയാം. ഷാർലറ്റ്, ഈ വാർഡ് ഒരു അച്ചടി വിദഗ്ധനാണ്. ഒരച്ചടിശാല തുടങ്ങുന്നതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചടി എനിക്കൊരു ഹരമാണ് മിസ്റ്റർ വേർഡ്. അപ്പോ പ്രവർത്തനം തുടങ്ങിയാലുടൻ അത് കാണാൻ നിങ്ങൾ വരണം. തീർച്ചയായും ഞാൻ വരും. തുടങ്ങാൻ ഇനി എന്താണ് വേണ്ടത്? കേറിക്ക് സ്വന്തമായൊരു പ്രസ് ഉണ്ട്. അതുകൊണ്ട് ഇനി മഷിയും കടലാസും കുറെ അക്ഷരങ്ങളുടെ അച്ചുകളും മതി. തൽക്കാലം അച്ച് സ്വയം ഉണ്ടാക്കേണ്ടി വരും.
ഞാൻ നിങ്ങൾക്കൊരു ഡാനിഷ് പാസ്പോർട്ട് തന്നു കഴിഞ്ഞിട്ട് പിന്നെ കൽക്കത്തയിലുള്ള ഒരു വ്യാപാരിയെ പരിചയപ്പെടുത്താം. നന്ദിയുണ്ട് കേണൽ. ദൈവവും ഒപ്പം ഡെൻമാർക്കിലെ രാജാവും നിങ്ങളെ സഹായിക്കാനുണ്ട്. ഇവിടെ കാണുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഒന്ന് നടക്കാൻ വരുന്നോ? ജോഷ പുറത്തു പോയിരിക്കുകയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ കാണാൻ. ഇനി പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുറക്കണം എന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ കുട്ടികൾക്കും. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ബ്രസ്റ്റിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴേ നിങ്ങൾ എത്തും അറിഞ്ഞത്. നിങ്ങൾക്ക് വരണമെന്നില്ലായിരുന്നോ? പിന്നെ ദൈവം ഞങ്ങളെ വിളിക്കുന്നറിയായിരുന്നു. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാലോ. അപ്പൊ ജോഷിയെ സഹായിക്കാനാവും. പക്ഷേ നിങ്ങളുടെ മാതൃകയാണ് ഇവിടെ വരാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഞാൻ ഇംഗ്ലണ്ട് വിട്ടപ്പോ എനിക്കറിയാവുന്ന എല്ലാത്തിനോടും ഞാൻ യാത്ര പറഞ്ഞു. ഒന്ന് സംസാരിക്കാൻ എന്റെ സഹോദരി പോലും അടുത്തില്ല. ഞാൻ നിനക്കൊരു സഹോദരിയായിരിക്കും എന്നും. ഞാൻ എന്റെ ഭർത്താവിനൊരു ഭാരമാണ്. അല്ല, അദ്ദേഹത്തിന് നിങ്ങൾ എന്തിഷ്ടമാണെന്നോ? എല്ലാം തെന്നി മാറിയാണ് ഹന്ന. നാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോ അവിടെ ഒന്നും കാണാനില്ല. അദ്ദേഹം ഇനി എന്നെ സ്നേഹിക്കില്ല, എനിക്കറിയാം. എനിക്കൊരു ശിഷ്യനുണ്ട്. കാര്യങ്ങളെല്ലാം നന്നായി നോക്കിക്കോളൂ. ആരാണത്? ഫെലിക്സ് കേറി എന്ന യുവാവ്. പ്രിന്റിംഗിൽ വിദഗ്ധനാവണമെന്ന ആഗ്രഹവന്. സത്യമോ? അവൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ ശിഷ്യന്മാരും ആദ്യ ദിവസം ചെയ്യുന്നത് തന്നെ. മുറി തൂക്കുക, പ്രസ് തുറയ്ക്കുക. ആ മിസ്റ്റർ കേറി, നിങ്ങൾ മിസ്റ്റർ വാർഡ് അല്ലേ? അതെ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളും. നിങ്ങൾ ഇന്ത്യയിൽ അവിഹിതമായി വന്നിട്ട് പലയിടത്ത് നിന്ന് പ്രസംഗിക്കുകയും ഗ്രാമീണരെ മതം മാറ്റുകയും ചെയ്യുന്നില്ലേ? അതെ, ഞാൻ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. അത് നിയമത്തിനെതിരാണ് മിസ്റ്റർ കേറി. ഞാൻ അനുസരിക്കുന്നത് ജാതികളോടെല്ലാം സുവിശേഷം പറയാനുള്ള ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ഇവിടുത്തെ നിയമം വെല്ലസ്ലി പ്രഭുവിന്റേതാണ്. അനധികൃതമായി വന്നവർ ഈ നാട്ടുകാരെ അപരിചിതമായ ആചാരങ്ങൾ പഠിപ്പിക്കുന്നത് പ്രഭുവിന് ഇഷ്ടമല്ല. ഞങ്ങളുടെ മിഷനെ കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ അനുവാദം കൂടാതെ വന്നവരാണ്, നിയമത്തിന് മുന്നിൽ കുറ്റവാളികളും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരണം. ഞങ്ങൾ സെറാംപൂരിലെ അന്തേവാസികളാണ്. വെല്ലസ്ലി പ്രഭുവിന്റെ അധികാരപരിധിയിലല്ല. പക്ഷേ ഇത് കൽക്കത്തയാണ്, നോട്ട് സെറാംപൂർ. എന്നാൽ ഇത് ഒരു ഡാനിഷ് പാസ്പോർട്ടാണ്. ഞങ്ങൾക്കിത് ഡെൻമാർക്ക് രാജാവിന്റെ സംരക്ഷണം നൽകുമെന്നാണ് എന്റെ ബോധ്യം. സൂക്ഷിച്ച് നടന്നോ മിസ്റ്റർ കേറി, വളരെയധികം സൂക്ഷിച്ച് നടന്നോ. ഞങ്ങൾ ഇങ്ങോട്ട് പോയി ചേർച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിൽ ജീവനോടെ ഉണ്ടായാനേ. എന്താ, എന്തു പറ്റി? നമ്മുടെ ഡോളി, അവൾ വല്ലാത്തൊരവസ്ഥയില. കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന മറ്റെവിടെയെങ്കിലും നമുക്കാക്കിയാലോ? എന്താ പറഞ്ഞേ? ഞാൻ അവളെ വേറെ എവിടെയെങ്കിലും. ഒരു പക്ഷേ അങ്ങനെയും സ്നേഹം വെളിപ്പെടുത്താം. ഞാൻ അവളെ വിവാഹം ചെയ്തപ്പോ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പോറ്റി പുലർത്താമെന്നാ പറഞ്ഞത്. അന്ത്യം വരെ അപരിചിതരുടെ കയ്യിലേക്ക് അവളെ വിട്ടുകൊടുത്തുള്ള സ്നേഹം കൊണ്ട് വേണ്ട. ഡോളി എപ്പോഴും എന്റെ കൂടെ വേണം, എന്റെ കൂടെ.
രൂപയോ? അതെ, 300 രൂപ. മാസം തോറും ഇതിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ തുകയും വർദ്ധിക്കും. ഇംഗ്ലീഷ് സ്കൂളിൽ കൂടുതൽ കുട്ടികൾ വന്നാൽ ആ ഫീസ് കൊണ്ട് നാട്ടുപള്ളിക്കൂടവും നടക്കും. അതെ. ജോഷ, എങ്ങനെയുണ്ടത്? ആ, കൊള്ളാം. നാട്ടുകാരായ പെൺകുട്ടികൾക്കൊരു സ്കൂൾ തുടങ്ങിയാലോ? അവർ വരില്ലേ? പെൺകുട്ടികൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുമോ? ക്ഷമിക്കണം, എന്റെ മകൻ നിഷയെ കൂടി സ്കൂളിൽ ചേർക്കാമോ? തീർച്ചയായും വരൂ. ഞാൻ ബാസുവിന്റെ ഒരു സുഹൃത്താണ്. കേറി സാർ കൽക്കത്തയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു. മോനെ ഇവിടെ ചേർത്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. വളരെ നന്ദിയുണ്ടമ്മേ. നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ? ഉണ്ട്, 6 വയസ്സായി. പെൺകുട്ടികൾക്കായിട്ട് സ്കൂൾ തുടങ്ങിയാൽ അവൾ വിടുവോ? എനിക്കറിയില്ല അമ്മ. ജാതിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അവളുടെ അച്ഛന് ഭയം കാണും. ക്ഷമിക്കണേ വില്യം, ഇതാരാണെന്ന് കണ്ടോ? ആശ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്റെ ഭർത്താവിന് ബാസു ഇവിടെ ഒരു ജോലി ശരിയാക്കി. അത് കൊള്ളാമല്ലോ. കണ്ടതിൽ വളരെ സന്തോഷം. ഇതെന്റെ മോൻ നിഷി. നിഷി, നമസ്കാരം. എന്റെ മക്കളെ കണ്ടിട്ടേ പോകാവൂ. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പീറ്ററിന്റെ കാര്യം അറിഞ്ഞതിൽ വളരെ ദുഃഖമുണ്ട്. ഒരു വല്ലാത്ത അനുഭവമാണ്. അതെ, അതിന്റെ ഭാര്യയും വല്ലാതെ ബാധിച്ചു. അവളുടെ കാര്യമാണ് കഷ്ടം. നന്ദി ആശ. സ്കൂളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒട്ടും സമയം കളയാതെ പുതിയ പുതിയ ഭാഷകൾ പഠിച്ച് ബൈബിൾ വിവർത്തനം ചെയ്യുന്ന തിരക്കിലാണ്. അച്ചടിശാലയിലും സാധനങ്ങൾ ലഭ്യമായി തുടങ്ങി. വൈകാതെ തന്നെ ഞാൻ ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ പ്രമുഖ സാഹിത്യകൃതികളും പിന്നെ ദൈവവചനവും കൊടുത്തു തുടങ്ങും. നോക്കൂ വില്യം, നോക്കൂ. ഏതാണ്ട് പൂർത്തിയായി. ഇത്രയും കാലം കഴിഞ്ഞ് നമ്മളിതാ ലക്ഷ്യത്തിലെത്തുന്നു. ചില തിരുത്തലുകളുണ്ട്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുകയല്ലോ. അല്ല, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നോക്ക്, നമ്മുടെ ബംഗാളി പുതിയ നിയമം. ഓ, അപാരം തന്നെ. നിങ്ങളുടെ കഴിവുകൾ സമ്മതിച്ചിരിക്കുന്നു. അത് ദൈവദാനമാണ്, ഞങ്ങളുടെ കഴിവല്ല. ആ, ഇനി ഇവിടെ വല്ലാം ഞാനൊന്ന് കാണിക്കാം. ഇതൊക്കെ കണ്ടോ? കടലാസ്, മഷി, ടൈപ്പ് എല്ലാം ഇവിടെ സെറാംപൂരിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കൊള്ളാമല്ലോ, വിശ്വസിക്കാനാവുന്നില്ല. ഈ പ്രസ് ഒരു ഉണർവിന്റെ സ്ഥിരാകേന്ദ്രമായിരിക്കും. ഇത് ഈ ഭാഷകളെല്ലാം കണ്ടിട്ട് പെന്തക്കോസ്ത് പോലെ തോന്നുന്നു. സുന്ദരമായിരിക്കുന്നു. തിരുവചനം അടിക്കാൻ വേണ്ടി പുതിയ ഭാഷകൾ ഉണ്ടാക്കുന്നവരെന്നാണ് ഇംഗ്ലണ്ടുകാർ നമ്മെ കളിയാക്കുന്നത്. ഓ, അവരുടെ അജ്ഞതയെ അവഗണിക്കേ. തങ്ങളുടെ മിഷണറിമാരുടെ നേട്ടത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കി തുടങ്ങാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതെ, ഇവരാണ് എന്റെ മിഷണറിമാർ. ദൈവം ഇവരെ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വില്യം, അതെന്നെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ജോൺ, താൻ എന്ത് ചെയ്തു? പഴയ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ. ക്ഷേമല്ലേ? പണ്ടത്തേക്കാൾ ഞാൻ അല്പം കൂടെ വിനയം ശീലിച്ചിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ കൃഷ്ണ. കൈയൊന്ന് അനക്കാമോ? പറ്റില്ല സർ. തോളലിന്റെ സ്ഥാനം മാറിപ്പോയി. തിരിച്ചു പിടിച്ചിടുമ്പോ അല്പം വേദന എടുക്കും. മനസ്സിലായോ? മനസ്സിലായി സർ. ഒന്ന് ബലമായി പിടിച്ചോണേ, ഇതത്ര എളുപ്പമല്ല. അല്പം നേരത്തേക്ക് വേദന കാണും, എങ്കിലും പഴയതിനേക്കാൾ ഭേദമായിരിക്കും. നന്ദിയുണ്ട് സാർ. ഈ സൽപ്രവൃത്തിക്ക് അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരെ അനുഗ്രഹിക്കും. നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടല്ല, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും തന്റെ പുത്രൻ നമുക്കായി മരിച്ചത് കൊണ്ടുമാണ്. ഞാനിത് നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവപുത്രൻ മരിച്ചു എന്ന് പറയുന്ന നാണക്കേടല്ലേ? ദൈവം നിന്നെ സ്നേഹിക്കുന്നു കൃഷ്ണ. നീ അവന് വിലയേറിയവനാണ്. ഇനി വീട്ടിൽ പോയി വിശ്രമിക്കേ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണണം. വരുമല്ലോ അല്ലേ? ശരി സാർ. കൃഷ്ണ, വായിക്കാൻ അറിയാമോ? അറിയാം സാർ.
എങ്കിലിതെടുത്തോളൂ. മത്തായി എഴുതിയ സുവിശേഷമാണ്. നാം എല്ലാ കാലത്തും ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി യേശു എങ്ങനെയാണ് മരണത്തെ പരാജയപ്പെടുത്തിയെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നന്ദി സാർ. ഞാനും എന്റെ വീട്ടുകാരും ഇത് വായിക്കാം. যিশু যখন চিৎকার করে নিজের আত্মাকে সমর্পণ করেছিলেন, তখন শতপতি এবং যারা তার সঙ্গে যিশুকে পাহারা দিচ্ছিল তারা ভূমিকম্প এবং ওর যা যা ঘটছিল দেখে ভীষণ ভয় পেয়ে বলল, সত্যি ইনি ঈশ্বরের পুত্র। ദൈവം അവനെ കൊല്ലാൻ അനുവദിച്ചെങ്കിൽ പിന്നെ എന്റെ പുത്രൻ എങ്ങനെയാകും? এখানে লেখা আছে, ঈশ্বর তাকে মৃতগণের মধ্যে থেকে ওঠালেন যাতে তিনি কে তার প্রমাণ পাওয়া যায়। আরো লেখা আছে, যারা অনুতাপ করে তার আত্মা তাদের অন্তরে বাস করে। വിഷ്ണുവിന്റെയോ ശിവന്റെയോ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ചുരുക്കത്തിൽ നാം എല്ലാവരും ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറയേണ്ടതാണ്. ഏഴു വർഷം ഞാൻ കാത്തിരുന്നു. ഇപ്പോഴിതാ സഹോദരൻ കൃഷ്ണൻ ആദ്യ ഫലമാണ്. വിശ്വാസികളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നന്ദി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ കണ്ണ് തുറപ്പിച്ചതിന് നന്ദി. ദൈവമാണ് നിങ്ങളുടെ കണ്ണുകൾ തുറന്നതും പാപങ്ങൾ ക്ഷമിച്ചതും. അത് ശരിയാണ് സാർ. കൃഷ്ണ, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ നാളെ പോവും. പക്ഷേ എന്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. നന്ദിയുണ്ട് ഡോക്ടർ സാർ. ഇനി ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാമോ? തീർച്ചയായും. എനിക്കത് ഇഷ്ടമാണ്. അതിന്റെ ഭവിഷ്യത്തറിയാലോ. അവരെന്നെ ജാതിഭ്രഷ്ടനാക്കുമെന്നറിയാം. ദൈവത്തിന്റെ നോട്ടത്തിൽ നാം എല്ലാവരും തുല്യരാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള തിരിവ് പാടില്ല. അതുകൊണ്ട് നമുക്കൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാം. നന്ദി. കൃഷ്ണ, ഇറങ്ങി വാ. അയ്യോ, എന്നെ വിടൂ. ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? ഇയാൾ മതവിരോധിയും ഒറ്റുകാരനും കൂടാണ്. എന്താണ് അയാളുടെ കുറ്റം? ഇയാൾ യൂറോപ്യൻ മിഷണറിമാരുടെ കൂടെ തിന്നുകുടിച്ച് ജാതി വ്യവസ്ഥ ലംഘിച്ചു. ഇയാൾ ഡെൻമാർക്ക് രാജാവിന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്, മറ്റുള്ളവരെ പോലെ തന്നെ. അപ്പോൾ എന്റെ സ്നേഹിതരുടെ കൂടെ ആഹാരം കഴിച്ചതിന് എങ്ങനെ ചതിയനാകും? സാഹേബ്, ഇത് ഞങ്ങളുടെ രീതിയാണ്. മതഭ്രഷ്ടനാകാതെ ആർക്കും ക്രിസ്ത്യാനിയാകാനോ വിദേശികളുമൊത്ത് ഭക്ഷണം കഴിക്കാനോ സാധിക്കില്ല. ഈ മനുഷ്യനെയോ ഇയാളുടെ കുടുംബത്തെയോ ആരും മേലിൽ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ എന്നോട് മറുപടി പറയേണ്ടി വരും. പോവൂ, പിരിഞ്ഞു പോവൂ. വരൂ. നിനക്കോ? നീമൂൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണപാൽ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ താല്പര്യപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. കൃഷ്ണ, ഈ വെള്ളത്തിന് പ്രത്യേക വിശുദ്ധിയൊന്നുമില്ല. നീ ശുദ്ധനാകുന്നത് ഒരു ദൈവിക പ്രവൃത്തിയാണ്. മനസ്സിലായി സാർ. എന്റെ ഭാര്യയും കുടുംബവും അവരും ഈ അനുഭവത്തിലേക്ക് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ നീ അവനെ ആശ്രയിക്കാൻ പഠിക്കണം. ശരി സാർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വരൂ, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം. നിങ്ങളെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദിയുണ്ട്. ജാതി ചങ്ങല തകർന്നു കഴിഞ്ഞു. ഇനി വരൂ. സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാം നന്മയും ചൊരിയട്ടെ കൃഷ്ണ. നന്ദിയുണ്ട്. നന്ദി നന്ദി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭൈരവ്, നിങ്ങൾ ഇവിടെ വന്നത് നന്നായി.
അതെ സാർ, എനിക്ക് ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഏഴു വർഷം. ഒടുവിലിതാ ബംഗാളി ഭാഷയിൽ ഒരു പുതിയ നിയമം. ഒന്ന് മുളപൊട്ടുന്നതിന് എത്ര കാലം കാത്തിരിക്കണം? നോക്ക്, ഒരു ഇന്ത്യൻ സഹോദരൻ സ്നാനപ്പെട്ടു, മറ്റുള്ളവരും പുറകെ വരും. ബംഗാളി ബൈബിൾ, സ്കൂളുകൾ, സാധുക്കളുടെയും രോഗികളുടെയും ഇടയിലുള്ള പ്രവർത്തനം. ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. അവന്റെ കൃപയാൽ കൊയ്ത്തും ആരംഭിച്ചു. ഭാരതത്തിൽ പുതിയ ഒരു സഭയുടെ സാധ്യത മനസ്സിലാക്കി സ്ത്രീ പുരുഷന്മാർക്ക് നേതൃത്വ പരിശീലനം നൽകാൻ കുറെ കൂടെ സ്കൂളുകൾ പണിയുകയാണ്. അതാ അവിടെ അവിടെ തന്നെ കുളത്തിനപ്പുറം. നോക്കൂ, ഇതുപോലെ ഇരിക്കും അത്. വളരെ നന്നായിരിക്കുന്നു. സ്കൂളിന്റെ പണി തീരുമ്പോൾ സന്ദർശിക്കാൻ വരണം. നന്ദി. നിങ്ങൾ ഇതിനകം ഇത്രയും നേടിയോ? അനേകരുടെ സഹായത്തോടെ. വില്യം, ഒന്ന് വരണേ. ഡോർത്തിക്ക് ഒരു നിമിഷം. നന്ദി. ഡോളി, ഞാൻ പറയുന്ന കേൾക്കാവൂ? യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ പ്രിയ സഹോദരി ഡൊറോത്തിയുടെ ഈ മൃതദേഹം മണ്ണിലേക്ക് കൈമാറുന്നു. അവളുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവൾ ഇനിയും ഇവിടെ വിശ്രമിക്കട്ടെ. മണ്ണ് മണ്ണോടും പൊടി പൊടിയോടും ചേരും. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. പോയിക്കോളൂ. നമസ്കാരം. കുട്ടികളെ, സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിട്ട് പോയിക്കോളൂ. ഇന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. ആ ആശ. ഹലോ മാഡം. വരൂ. ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിച്ചു. മോളെയും സ്കൂളിൽ വിടാൻ അനുവാദം തന്നു. വളരെ നല്ലത്. പെൺപള്ളിക്കൂടം തിങ്കളാഴ്ച തുറക്കുന്നുണ്ട്, അന്ന് വിടണേ. തീർച്ചയായും കൊണ്ടുവരാം. കൊള്ളാം. ഭൈരവ് എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് കൃഷ്ണയുടെ കൂടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് കണ്ടു. കൃഷ്ണയ്ക്ക് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തണമെന്നുണ്ട്. നിന്റെ കാര്യമോ ആശ? എന്ത് തീരുമാനിച്ചു? എനിക്കറിയില്ല. എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കേറി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീർച്ചയായും ഫ്ലെച്ചർ. ഓ, നന്ദി. വ്യവസായമൊക്കെ വളർന്നല്ലോ. അതെ, ഇനി ഒത്തിരി ചെയ്യാനുണ്ട്. തർജ്ജമ നടക്കുന്നു. വാർഡ് സ്ഥലത്തില്ല, പകരം ഞാനിവിടെ നിൽക്കുക. നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? നോ, തീർച്ചയായും ഇല്ല. നന്ദി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുകൂടി. ലോർഡ് വെല്ലസ്ലി നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു. പല ബംഗാളി ക്ലാസിക്കുകളും നിങ്ങൾ പരിഭാഷപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. വളരെ നന്ദി. അതെവിടെ? ഇവിടെയുണ്ട്. നന്ദി. കമ്പനി ജോലിക്കാർക്ക് ആർക്കും നാട്ടുരീതിയിൽ പരിചയമില്ലാത്തതിൽ പ്രഭുവിന് അതിയായ ദുഃഖമുണ്ട്. കുറച്ചു പേർക്ക് മാത്രമേ ഭാഷ പോലും അറിയത്തുള്ളൂ. ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് പ്രഭു ഒരു കോളേജ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ സഹായം തേടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് മിസ്റ്റർ കേറി. എന്ത്? നിങ്ങൾ എന്റെ സഹായം തേടുന്നോ? എന്റെ മിഷൻ പ്രവർത്തനത്തെ എതിർക്കുന്നവരല്ലേ നിങ്ങൾ? മിസ്റ്റർ കേറി, എനിക്കതിൽ വളരെയധികം ദുഃഖമുണ്ട്.
നിങ്ങളുടെ ഭാഷാശേഷിയെക്കുറിച്ചും മതസാഹിത്യവും മതേതര സാഹിത്യവും തമ്മിൽ നിങ്ങൾ പാലിക്കുന്ന തുലനാവസ്ഥയെക്കുറിച്ചും വെല്ലസ്ലി പ്രഭുവിന് ഏറെ മതിപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കോളേജിൽ സംസ്കൃതവും ബംഗാളിയും പഠിപ്പിക്കണമെന്ന് പ്രഭു വളരെയധികം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ ഭാഷാ പണ്ഡിതന്മാരും മറ്റും ഉണ്ടായിരിക്കുന്നതാണ്. 500 രൂപ ഒരു മാസം എന്തുമാത്രം മിഷൻ പ്രവർത്തനം ചെയ്യാനാവുമെന്ന് ചിന്തിക്ക്. തന്നെയല്ല, കമ്പനിയുടെ ഈ അംഗീകാരം മൂലം നിരന്തരമുള്ള അറസ്റ്റ് ഭീഷണി മാറിക്കിട്ടും. അവിടെ എന്ത് സമയം ചെലവഴിക്കണം വില്യം? വള്ളത്തിലാണ് യാത്ര. തിങ്കളാഴ്ച പോകും, വെള്ളിയാഴ്ച വരും. തിടുക്കത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല അത്. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്റെ പ്രസംഗത്തിലൂടെ ഹിന്ദുക്കളെയെല്ലാം ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയാണ്. ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാക്കാൻ 6 വർഷമെടുത്തു. അതല്ല ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഭാഷയാണ് എനിക്കുള്ള ദൈവദാനം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. പഠിക്കുക, പരിഭാഷപ്പെടുത്തുക, പഠിപ്പിക്കുക. ദൈവം കൊയ്ത്തിന്റെ വ്യാപ്തി വലുതാക്കുമ്പോൾ അവർക്ക് തിരുവചനം ആവശ്യമാണ്. ഇതൊക്കെ ചെയ്യാനുള്ള സമയവും സൗകര്യവും എനിക്ക് ഫോർട്ട് വില്യമിൽ കിട്ടും. ഭരണകൂടത്തോടൊപ്പം ആയിരിക്കാനുള്ള അവസരം കൂടിയാണിത്. സതി നിർത്തലാക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കണമെങ്കിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദം നമുക്ക് വേണം. പിന്നെ നമ്മുടേതായ ഒരു കോളേജും. കോളേജോ? സഭയ്ക്ക് വേണ്ട നേതാക്കന്മാരെ പരിശീലിപ്പിക്കാൻ കോളേജ് വേണം. വചനത്തിന്റെ അച്ചടി, വിദ്യാഭ്യാസം, സതി നിർത്തലാക്കൽ, ഈ ദൗത്യത്തിന്റെ 3 തൂണുകളാണവ. വെല്ലസ്ലി പ്രഭുവിന്റെ വാഗ്ദാനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഇന്ന് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങളൊപ്പം ഉണ്ട്. ഈ പുതിയ പദവി മൂലം മിഷൻ പ്രവർത്തനത്തിന് പണം കിട്ടുക മാത്രമല്ല, എന്റെ ഹൃദയത്തെ ഏറെ നാളായി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ അവസരം ലഭിക്കുക കൂടി ചെയ്യുന്നുണ്ട്. സതി നിരോധിച്ചേക്കും, പക്ഷെ കുറെ സമയമെടുക്കും. ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ ബലപ്രയോഗത്താൽ അരുത്. ഇന്ത്യൻ ശബ്ദങ്ങൾ ശ്രദ്ധിക്കപ്പെടുമെങ്കിൽ മാത്രം. ഒരാളുണ്ട്, കൽക്കത്തയിലുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. അദ്ദേഹവും സതിക്കെതിരെ സംസാരിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ്. ക്ഷമിക്കണം, നമസ്കാരം. എന്താ വേണ്ടത്? പ്രൊഫസർ കേറിയെ കാണാൻ വന്നതാണ്. ഓ, അദ്ദേഹം സ്ഥലത്തില്ല. അടുത്ത ആഴ്ച വരൂ. ഞാൻ സഹപ്രവർത്തന. എന്തെങ്കിലും സഹായം? സതിക്കെതിരെയുള്ള പ്രൊഫസർ കേറിയുടെ കുറിപ്പ് ഞാൻ വായിച്ചു. അതെ, അദ്ദേഹം ഗൗരവമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണത്. ഞങ്ങളുടെ വേദങ്ങളിലും തനിക്ക് അഗാധ പാണ്ഡിത്യമുണ്ടെന്ന് തോന്നല്ലോ. തീർച്ചയായും. ഇപ്പോൾ അദ്ദേഹം രാമായണത്തിന്റെ ഒരു പരിഭാഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഭാഷകൾ തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ വേണ്ടി ഒരു സംസ്കൃതത്തിന്റെ ഒരു നിഘണ്ടുവും തയ്യാറാക്കുന്നുണ്ട്. സത്യമാണോ? എങ്കിൽ അദ്ദേഹം ഭാരതത്തിന്റെ ഒരു സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട്. എന്താ താങ്കളുടെ പേര്? ഞാൻ രാജാറാം മോഹൻ റോയ്. ഓ, മിഷൻ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തന്നെ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കൽക്കത്തയിലേക്ക് 16 മൈൽ തുഴഞ്ഞു പോകും. വെള്ളിയാഴ്ച തിരികെ വരികയും ചെയ്യും. ഫോർട്ട് വില്യമിൽ ഞാൻ എന്റെ സമയം അധികവും ക്ലാസ് എടുക്കുവാനും പുസ്തക പരിഭാഷയ്ക്കുമാണ് ചിലവിടുന്നത്. ബൈബിളല്ല, പ്രമുഖ ഇന്ത്യൻ സാഹിത്യകൃതികളാണ് പരിഭാഷപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം. അങ്ങയെ കാണാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു. ഞാൻ രാജാറാം മോഹൻ റോയ്. താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി പ്രൊഫസർ. നമുക്കേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കുമുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ യോജിക്കില്ലെങ്കിലും. എങ്കിൽ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം. ഞാൻ സതി എതിർക്കുന്ന ആളാണെന്ന് താങ്കൾക്കറിയാമല്ലോ. നിങ്ങൾക്കും അതിനോട് വിയോജിപ്പാണെന്നാണ് എന്റെ ബോധ്യം. ഹൈന്ദവ വേദങ്ങൾ അത് ആവശ്യപ്പെടുന്നേയില്ലെന്ന് നമുക്കറിയാം. മതാചാരങ്ങളിൽ ഇടപെടുന്നത് അപകടമായതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് നിരോധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മതനേതാക്കന്മാരും ഗവർണർ ജനറലും ഒരുപോലെ ഇത് തെറ്റാണെന്ന് പറയാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? തീർച്ചയായും. പക്ഷെ അത് എളുപ്പമായിരിക്കില്ല. ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു സ്ത്രീ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് ജനിക്കുന്നുവെന്ന് ശക്തമായൊരു വിശ്വാസമുണ്ട്. അത് മറികടക്കാൻ എളുപ്പമല്ല. പക്ഷേ ഇത്തരം യാഗങ്ങൾ മിക്കതും സ്വയം ചെയ്യുന്നതല്ലോ. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം.
അന്തിമ വിജയം നമ്മുടേതാ. പ്രൊഫസർ, ഞങ്ങളുടെ രാജ്യത്തോടും ജനതയോടും കാണിക്കുന്ന ഈ സ്നേഹം താങ്കളെ ഇന്ത്യയുടെ ഒരു ആത്മസ്നേഹിതനാക്കിയിരിക്കുകയാണ്. കടലാസിന്റെ കാര്യം കള, നമുക്ക് പ്രസ് രക്ഷപ്പെടുത്തണം. ഒരു തടിക്കഷ്ണം തലയിലടിച്ചു. സൂക്ഷിക്കണേ ജോഷുവ, ഇവിടെ മുകളിൽ വെള്ളം താ. ദീർഘവർഷങ്ങളിലെ അധ്വാന ഫലങ്ങളാണ് കത്തിക്കരിഞ്ഞു പോയത്. വിവർത്തനം ചെയ്ത നിരവധി പുസ്തകങ്ങൾ, ഒരു സമ്പൂർണ്ണ സംസ്കൃത നിഘണ്ടു, തടി ഫ്രെയിമുകൾ, ടൈപ്പുകൾ, ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ പേപ്പറുകൾ, അങ്ങനെ എന്തെല്ലാം. എല്ലാം തരിപ്പണമായെന്ന് മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ തളർന്നുപോയി. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാനിനി എന്തു ചെയ്യും? ദൈവകൃപയാൽ ആശ്രയിച്ച് മറ്റ് പ്രിയപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് ഷാർലറ്റിന്റെ സഹായത്തോടെ എല്ലാം ഇനി ആദ്യം മുതൽ തുടങ്ങണം. ഇതെല്ലാരെയും നടുക്കിക്കളഞ്ഞു. നമ്മുടെ മിഷൻ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വില്യം, എനിക്ക് മനസ്സിലാവും. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യമോ? ഒരു 3 മാസം കൂടെ നോക്കിയാലോ? അപ്പോൾ മെയ് മാസമാകും. അഭിനന്ദനങ്ങൾ. ആശ, അഭിനന്ദനങ്ങൾ സാഹിബ്. നന്ദി, വളരെ നന്ദി. താങ്കളുടെ വിവാഹ നാളിൽ പറയാൻ വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരുന്ന ഒരു വാർത്തയുണ്ട്. അതെന്താ? ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. എന്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് കൊടുത്തു. ഇനി ഈ കൽപ്പന അനുസരിക്കണം. ഭൈരവ്, വളരെ നന്നായി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിവാഹ സമ്മാനം. നന്ദി സാഹിബ്, വളരെ വളരെ നന്ദി. 37 വിദ്യാർത്ഥികളുമായി 3 വർഷം മുമ്പ് തുടങ്ങിയ കോളേജിന്റെ ആദ്യത്തെ ബിരുദാനന്തര ചടങ്ങ് ഇന്ന് സൊറാംപൂരിലെ പുതിയ മന്ദിരത്തിൽ നടക്കുന്നു. ഈ സ്ഥാപനത്തിൽ ആർക്കും ചേരാം. ജാതി, നിറം, രാജ്യമെന്ന വ്യത്യാസങ്ങൾ ഈ കോളേജിൽ ചേരുന്നതിന് ഒരു പ്രതിബന്ധമാകില്ല. ദൈവാനുഗ്രഹം ഇവിടെ സമർത്ഥമായി ഉണ്ടാകണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. വില്യം, വില്യം, അഭിനന്ദനങ്ങൾ. നന്നായിരുന്നു, നന്നായിരുന്നു. ഓ വില്യം, നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ. ശരിയാണ് ഷാർലറ്റ്. പക്ഷേ ഇതാ ഇദ്ദേഹമാണ് അതിനെ സഹായിച്ചത്. പ്രൊഫസർ കേറി, മിസ്സിസ് കേറി, ഈ നേട്ടത്തിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. പ്രൊഫസർ, എനിക്കിതേറെ ഇഷ്ടപ്പെട്ടു. ഓ നന്ദി. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കാണുന്ന വീടുണ്ടല്ലോ, ദൈവം പണിതതാ. ഞാൻ കരുതി ബംഗാളിലെ പണിക്കാരായിരിക്കും. തീർച്ചയായും അവരും അവരുടെ പങ്ക് ചെയ്തു. ഈ നവോത്ഥാനം തുടങ്ങി വെക്കാൻ ദൂരെ നിന്ന് ഒരാൾ വരേണ്ടി വന്നത് വളരെ അസാധാരണമാണ്. ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കും. നല്ല വാക്കുകൾക്ക് നന്ദി.
പക്ഷേ എന്റെ ലക്ഷ്യം എന്താണെന്നറിയാലോ? അല്പം കൂടെ ക്ഷമിക്കണം ഡോക്ടർ കേറി. നമ്മൾ തന്നെ ജയിച്ചിരിക്കും. ദൈവമേ സഹായിക്കണേ. നമസ്കാരം. ഹലോ സഹോദര, നമസ്കാരം. ചതിയ, നീ സ്വന്തം സഹോദരങ്ങളെയാണ് ഒറ്റിക്കൊടുക്കുന്നത് അല്ലേ? അല്ല, ഞാൻ ചതിയനല്ല. ഇംഗ്ലീഷ് ദൈവത്തെ ആരാധിക്കുന്നതിനല്ലേ നീ? എല്ലാവരുടെയും ദൈവമാണവൻ, ഏക ദൈവം. ക്രിസ്ത്യാനികളുടെ കൂടെ നീ ഭക്ഷിച്ചാൽ ജാതിയിൽ നിന്ന് പുറത്താകുമെന്നറിയില്ലേ? അവരെന്റെ സഹോദരങ്ങളാണ്. സഹോദരങ്ങളോ? നിന്റെ സ്വന്തം സഹോദരങ്ങളെ ഒറ്റിക്കൊടുത്തിട്ട് നീ ഞങ്ങളെ നാണം കെടുത്തിയിരിക്കുകയാണ്. അല്ല, നീ ഞങ്ങൾക്ക് അപമാനമാണ്. ഞാൻ സത്യദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു. ചതിയാ, എനിക്കൊരു ദുഃഖവാർത്ത പറയാനുണ്ട്. ഭൈരവ് കൊല്ലപ്പെട്ടു. കർത്താവേ, ഇല്ല ഇല്ല. ആശയും കുട്ടികളും എവിടെ? കുട്ടികൾ കൃഷ്ണയുടെയും രാസുവിന്റെയും കൂടെയുണ്ട്. ആശയുടെ കാര്യം അറിയില്ല. ഭൈരവിന്റെ മൃതദേഹം ബന്ധുക്കൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തീയമായ ഒരടക്കം ഒഴിവാക്കാനായിരിക്കാം. എന്നിട്ട് ആശയെക്കുറിച്ച് ആർക്കും അറിയില്ല. എല്ലായിടത്തും തിരക്കി. ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും പറയുന്നില്ല. സതി നടത്താൻ വേണ്ടി ആരും പിടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, അത് വേണ്ട, അത് വേണ്ട. വളരെ രഹസ്യമായിട്ടായിരുന്നു ശവസംസ്കാരം. സതി നടത്തിയാൽ ഒരുപക്ഷെ മിഷൻകാർ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചാലോ? അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ദുർബലമാകുന്നുണ്ടാവും. എന്തായാലും ആരും ഒന്നും പറയുന്നില്ല. കൃഷ്ണന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നമുക്കിപ്പോ രക്തസാക്ഷിയായ ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാശ്വസിപ്പിക്കും? അവർ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. നിങ്ങൾക്ക് സ്വാധീനമുണ്ടല്ലോ. പക്ഷേ അധികാരമില്ല. ഞാൻ ഇടപെട്ടതിന്റെ ഫലമായി വെല്ലസ്ലി പ്രഭു ഈ ചെറിയ ഡാനിഷ് ഭരണപ്രദേശത്ത് കാലുകുത്തിയാൽ ആരെങ്കിലും അത് ചോദ്യം ചെയ്യുമോ? ഒരു കാര്യവുമില്ലാതെ ആയിരക്കണക്കിന് സ്ത്രീകൾ മരിക്കുകയാണ്. ഇത് കൊലപാതകമാണ്. കണക്കൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഇടയ്ക്കിടെ പറയാറില്ലേ, മതാചാരങ്ങൾക്കിടയിലും ഗംഗയിൽ എറിയപ്പെട്ടും മുതിർന്നവരും കുഞ്ഞുങ്ങളും മരണമടയുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഇത് നമ്മുടെ രാജ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ കരുതേണ്ടെന്നാണോ? കരുതലോ? ഞാൻ കരുതുന്നില്ലെന്നാണോ വിചാരം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞതാ ശരി. നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഇന്ത്യയിലേക്ക് വന്ന് അവർ ചെയ്യുന്നത് തെറ്റാണെന്നും നമ്മളാണ് ശരി ചെയ്യുന്നതും ഒക്കെ പറയുന്നത് ഒട്ടും നല്ലതല്ല. ഞാൻ സതി നിരോധിച്ചാൽ സേറാംപൂരിൽ കലഹം പൊട്ടി പുറപ്പെടും. വെല്ലസ്ലി എന്നെ ജീവനോടെ പൊരിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യരുതെന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആശ കൊല്ലപ്പെട്ടേക്കുമെന്ന ഭയം മൂലം സതി എന്ന ഈ ദുഷ്ടാചാരത്തിനെതിരെ പോരാടാൻ ഞങ്ങൾ രാജ്യത്തിലെ പരമാധികാരികളുടെ അടുത്ത് തന്നെ കേസുമായി പോയി. റാം മോഹൻ റോയ് അദ്ദേഹത്തിന്റെ ആളുകളെ ഇതിനെതിരെ സജ്ജരാക്കുകയും കാര്യം പാർലമെന്റിൽ എത്തിക്കുകയും ചെയ്തു. ഞങ്ങളാകട്ടെ ഇത് അവസാനിപ്പിക്കാൻ അധികാരമുള്ള സുറാംപൂരിലെ ഓരോ വ്യക്തിയുടെയും ശ്രദ്ധയിൽ ഈ ദുഷ്ടത ഉയർത്തിക്കാട്ടി. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വില്യം അവിടെ എന്തെടുക്കുക? എനിക്ക് അല്പം ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇത് ഗവർണർ ജനറലിൽ നിന്ന് താങ്കൾക്കുള്ളതാണ്. ഓ, നന്ദി കൃഷ്ണ. ജോഷ്വ, ജോഷ്വ, എന്താണ് കാര്യം? അദ്ദേഹം അത് ചെയ്തു. ഇത്രയും കാലത്തിന് ശേഷം അത് ചെയ്തു. ആരെന്ത് ചെയ്യുന്നു? ഗവർണർ ജനറൽ സതി നിരോധിച്ചു. ഇത് കണ്ടോ? ഈ കൽപ്പന പരിഭാഷപ്പെടുത്തി വേഗം എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ. നമ്മളത് നേടി. ഇതെല്ലാവരോടും പോയി പറയാം. നിങ്ങൾ പോയി പറയും. ഞാനിത് വൈകിച്ചാൽ എത്ര സ്ത്രീകളുടെ ജീവൻ കൂടെ പോകുമെന്ന് എനിക്കറിയില്ല. ഏയ് ജോഷുവ, എനിക്ക് വേണ്ടി ഇത് പറയണേ. തീർച്ചയായിട്ടും ചെയ്യും. വില്യം, ഞങ്ങൾ എന്താ ചെയ്താൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും ആവില്ല. സന്തോഷം കൊണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. നിങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഗവർണറുടെ ഈ കത്ത് പരിഭാഷപ്പെടുത്തുന്നതിലും മെച്ചമായിട്ട് ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. എത്ര എത്ര ജീവിതങ്ങളാണ് ഇതുമൂലം ഡോക്ടർ കേറി,
ആശ. ഓ, ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി. അന്തരീക്ഷം ഒന്ന് ശാന്തമാവും വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പൊ നീ സുരക്ഷിതയാണ്. വരൂ. അപ്പോൾ വില്യം, പ്രസ്, കോളേജ്, സതി നിർമാർജനം, നിങ്ങളുടെ 3 ലക്ഷ്യങ്ങളും സാധിച്ചു അല്ലേ? ആര് പറഞ്ഞു എനിക്ക് 3 ലക്ഷ്യങ്ങളേ ഉള്ളൂ എന്ന്? ഒരുപക്ഷെ താൽക്കാലികമായിട്ട് ഞാൻ വില്യം കേറി ഇന്ത്യയിൽ വന്ന് 200 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഭാരത സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 1834 ജൂൺ 9 മരണമടയുന്നതിന് മുൻപ് ഗ്രാമീണനായ ചെരുപ്പുകുത്തി വേദപുസ്തകം പൂർണ്ണമായി 6 ഭാഷകളിലേക്കും ഭാഗികമായി മറ്റ് 29 ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യുകയുണ്ടായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അദ്ദേഹം 100 ഗ്രാമീണ വിദ്യാലയങ്ങൾ തുടങ്ങി. പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റി നിലവാരത്തിലേക്ക് ഉയർന്ന സെറാംപൂർ കോളേജ് ആരംഭിച്ചു. ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. ഇന്ത്യൻ കർഷകരെ സഹായിക്കുവാൻ സേവിങ്സ് ബാങ്ക് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിലെ പ്രഥമ വാർത്താപത്രികയായ സമാചാർ ദർപ്പണവും ഇന്നത്തെ സ്റ്റേറ്റ്സ്മാൻ ദിനപത്രത്തിന് മുൻഗാമിയായ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 5 വ്യത്യസ്ത ഭാഷകളിൽ നിഘണ്ടുവും വ്യാകരണവും തയ്യാറാക്കി. രാജാറാം മോഹൻ റായോടൊപ്പമുള്ള അധ്വാന ഫലമായി സതി നിർത്തലാക്കി. ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുക. വില്യം ക്യൂറി.